അവസാനമായി അന്ത്യകാല വേളയിൽ ഒരു പുതിയ വേലി ആരംഭിച്ചു. യേശു ആരംഭിച്ച ആ ഏറ്റവും വലിയ ആരാധനയായ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പീലാത്തോസിന്റെ ഭവനം മുതൽ ഗാഗുൽത്ത വരെ ഈശോ സഹിച്ച സഹനങ്ങളാണ് ഇവരുടെ ആകത്തുകയാണ് വിശുദ്ധ കുർബാന. പീലാത്തോസിന്റെ ഭവനത്തിൽ പ്രധാനമായി ഈശോ സഹിക്കേണ്ടി വന്നത് രണ്ടു തരം സഹനങ്ങളാണ്. രണ്ട് തരം സഹനങ്ങളായിട്ട് നമുക്ക് അതിനെ തിരിക്കാം. ഒന്ന്, ഈശോ മനസ്സിലേറ്റ മുറിവുകൾ. രണ്ട്, ഈശോയുടെ ശരീരത്തേറ്റ മുറിവുകൾ. വിശുദ്ധ മർക്കോസ് സുവിശേഷം അധ്യായം 15 ഞാൻ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ശരീരത്തിനേറ്റ മുറിവുകളെക്കാളും വേദന അനുഭവിച്ച ഒരുപക്ഷെ മനസ്സിനേറ്റ മുറിവുകളാണ്. ആദ്യം ഈശോയുടെ മനസ്സിനേറ്റ മുറിവുകളെ പറ്റിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. മർക്കോസ് സുവിശേഷം 15 അധ്യായം 7 വാക്യത്തിൽ വിപ്ലവത്തിനിടെ കൊലപാതകം നടത്തിയ ബാരബാസ് എന്നൊരുവൻ വിപ്ലവകാരിയൊപ്പം തടവുണ്ടായിരുന്നു. അവൻ ഈ യഹൂദ രാജാവിനെ പീലാത്തോസ് ചോദിച്ചു, നിങ്ങൾക്ക് ബറാബാസിനെ വിട്ടുതരണോ അതോ നിങ്ങൾ ഈ കൊണ്ടു നിർത്തിയിരിക്കുന്ന യേശുവിനെ വിട്ടുതരണമെന്ന്. കാരണം 13 വാക്യത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ബറാബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കുകയാണ്. പഴയ നിയമ പുസ്തകത്തിൽ ജെറമ്യ കിണറ്റെറിയാൻ കൊണ്ടുവന്ന മുമ്പ് ജെറമ്യയുടെ പുസ്തകം 38 അധ്യായം 4 വാക്യത്തിലും യേശുവിന് സമാനമായ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട്. പ്രഭുക്കന്മാർ രാജാവിനോട് പറയുന്നുണ്ട്, ഇവനെ വധിക്കണം. വാക്കുകൾ കൊണ്ട് നഗരത്തിൽ അവശേഷിച്ചിരുന്ന സൈന്യങ്ങളെയും ജനങ്ങളെയും ഇവൻ നിർവീര്യമാക്കുന്നു. ജനത്തിന് നന്മയല്ല, നാശമാണ് ഇവൻ ആഗ്രഹിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് യേശുവിനെതിരെ ജനങ്ങൾ വിളിച്ചു പറഞ്ഞത്. കൊലപാതകിയായ ബാരബാസിന് വിട്ടുകൊടുക്കണം, ഒരു തെറ്റും ചെയ്യാത്ത യേശുവിനെ ക്രൂശിക്കുക. സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും തെറ്റുകൾ ചെയ്തിട്ട് മറ്റുള്ളവർ നമ്മളെ ക്രൂശിക്കുമ്പം നമ്മൾ അനുഭവിക്കുന്ന വേദന, അന്നേരം ഒരു തെറ്റ് പോലും ചെയ്യാത്ത യേശു അന്നേരം മനസ്സിലേറ്റ മുറിവുകൾ നമുക്കൊന്ന് സങ്കല്പിച്ച് നോക്കാം. എനിക്കൊരു 2 മാസം മുമ്പ് ഒരു ദിവസം രാത്രിയിൽ ചങ്കിന് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നു. ചങ്കിന് ബുദ്ധിമുട്ടുണ്ടായിട്ട് ആ ചങ്കിന് വേദന ഉണ്ടായപ്പം കയ്യോ കാലോ പോലും ഉയർത്താൻ പറ്റാത്ത സഹ്യമായ വേദന. നമ്മളിപ്പം മരിച്ചു പോകുമെന്ന് പോലും തോന്നുന്ന അവസ്ഥ. കൈയുടെയും കാലിൻ്റെയൊക്കെ മസിലുകൾ കയറുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നമുക്ക് ഒരു 1/4 മണിക്കൂറോളം എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്ത ചങ്ക് പൊട്ടിപ്പോകുന്ന വേദന. ഗ്യാസ് കയറിയാന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഗ്യാസ് കയറിയപ്പോൾ എൻ്റെ ചങ്ക് പൊട്ടിപ്പോകുന്ന വേദന എനിക്ക് അനുഭവപ്പെട്ടില്ല. ഒരു തെറ്റും ചെയ്യാത്ത യേശുവിനെ ക്രൂശിക്കുമെന്ന് ജനങ്ങൾ വിളിച്ചു പറഞ്ഞപ്പം ആ ഈശോയുടെ ഹൃദയത്തേറ്റ മുറിവുകൾ നമ്മൾ സങ്കല്പിക്കും. സഹോദരങ്ങളെ, നമ്മളെ പലവരും തെറ്റ് ചെയ്യാതെ നമ്മൾ ക്രൂശിക്കുമ്പോൾ നമ്മുടെ ജീവിത പങ്കാളി, മക്കള്, സഹോദരങ്ങള്, മാതാപിതാക്കന്മാര്, ബന്ധുമിത്രാദികള്, നാട്ടുകാരൊക്കെ പല സമയങ്ങളിലും നമ്മൾ പലയിടത്തും വെച്ച് ഇവൻ കുറ്റക്കാരനാണ് അല്ലെങ്കിൽ ഇവർ കുറ്റക്കാരെന്ന് നമ്മളെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഒരുപക്ഷെ തെറ്റ് ചെയ്തിട്ടില്ലാവും. അന്നേരം നമ്മൾ അവരോട് പ്രതികരിക്കും, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. പക്ഷേ ഈശോ അവരോടൊരു മറുവാക്ക് പോലും പറയുന്നില്ല, എതിർത്തൊരു വാക്ക് പോലും പറയുന്നില്ലെന്നാണ് ബൈബിളിൽ പറയുന്നത്. അന്നേരം ക്രൂശിക്കുക എന്ന് പറയുമ്പം ആ ഹൃദയത്തിൽ എന്തുമാത്രം വേദന അനുഭവിച്ചെന്ന് ഓർക്കാൻ സഹോദരങ്ങളെ. ഈശോയുടെ ഈ മനസ്സേറ്റ മുറിവുകളൊപ്പം ഈ ക്ലാസ് കേട്ടോണ്ടിരിക്കുന്ന സഹോദരങ്ങള്, ബന്ധുമിത്രാദികള്, അവരാരെങ്കിലും ഹോസ്പിറ്റലിലോ നെഞ്ചിന് ഹാർട്ട് സംബന്ധമായ വേദന അനുഭവിക്കുന്ന എല്ലാ മക്കളും സമർപ്പിക്കുന്നു. ഈശോയുടെ മനസ്സിലേറ്റ ഹൃദയത്തേറ്റ മുറിവുകളോടൊപ്പം ഹാർട്ട് സംബന്ധമായ വേദന അനുഭവിക്കുന്ന എല്ലാ സഹോദരങ്ങളെ സമർപ്പിക്കുന്നു. അവരുടെ വേദന ഈശോയുടെ ഈ മുറിവുകളോട് ചേർത്ത് വെക്കുന്നു. ഈശോ തിരുരക്തം കൊണ്ട്
ആ ഹാർട്ടിന് ബ്ലോക്ക് വന്ന അവസ്ഥകളുള്ള സഹോദരങ്ങളുണ്ട്. BP കൂടി മറ്റ് അസ്വസ്ഥതകൾ വന്ന മക്കളുണ്ട്. അവരെല്ലാം സമർപ്പിക്കുന്നു. ഈ സമയം ഈ ക്ലാസ് കേട്ടോണ്ടിരിക്കുന്നവരുടെ ബന്ധുമിത്രാദികൾ, ക്ലാസ് കേട്ടോണ്ടിരിക്കുന്നവരുടെ മക്കള്, ക്ലാസ് കേട്ടോണ്ടിരിക്കുന്നവര്, ഇവരുടെ എല്ലാം ഏതെങ്കിലും മേഖലകൾ ആരെങ്കിലും ഹൃദയ സംബന്ധമായ രോഗങ്ങളെല്ലാം മക്കളെ സമർപ്പിക്കുന്നു. അവരുടെ എല്ലാം രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ ഈ ഹൃദയത്തെ ഏറ്റ മറ്റുള്ളവർ ക്രൂശിക്കുക എന്ന് പറഞ്ഞ ഈ സമയം ഏറ്റ ഈ മുറിവുകളോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. അവരുടെ ആ രോഗം യേശുവിന്റെ ഈ ഹൃദയത്തെ ഏറ്റ വേദനയോട് ചേർത്ത് വെച്ച് യേശു സൗഖ്യപ്പെടുത്താൻ പാടുന്നു. യേശുവിന്റെ തിരുരക്തത്താൽ അവരുടെ ആ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കും. അടുത്തത് ഹൃദയത്തെ മനസ്സേറ്റ രണ്ടാമത്തെ മുറിവാണ്. ഒരു കുറ്റം പോലും ചെയ്യാത്ത യേശുവിനെ ഒരു സൈന്യനിര മുഴുവനുമാണ് അണിനിരത്തിയത്. മാർക്കോസിന് സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഒരു സൈന്യത്തെ മുഴുവൻ അണിനിരത്തി യേശുവിനെതിരെ. അന്നേരം ഒരു കാരണവശാലും അവരുടെ ഇടയിൽ നിന്ന് ഓടി രക്ഷപ്പെടരുതെന്ന് ഓർത്തായിരിക്കും ഒരു പക്ഷേ ഒരു സൈന്യ വിഭാഗത്തെ മൊത്തം അണിനിരത്തിയത്. അന്നേരം ആ ഈശോ അനുഭവിച്ച വേദന നമ്മൾ സങ്കല്പിക്കുന്ന സഹോദരങ്ങളെ. ഒരു നാട് മുഴുവൻ നമ്മളെ കുറ്റക്കാരനാക്കുമ്പോൾ നമ്മൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമായിരിക്കും. പക്ഷേ യേശുവിന് ഒന്ന് ഓടാൻ പോലും സാധിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുമോ എന്ന് അവർക്ക് പേടി തോന്നിയിട്ടാകും ഒരു സൈന്യനിര മൊത്തം യേശുവിനെതിരെ അണിനിരത്തിയത്. ഈ സൈന്യനിര അണിനിരത്തിയപ്പം ഈശോയ്ക്ക് മനസ്സേറ്റ മുറിവുകളെ ഒപ്പം നമുക്ക് ധ്യാനിക്കാം. അടുത്ത മൂന്നാമതായ മനസ്സേറ്റ മുറിവുകളാണ് മാർക്കോസ് സുവിശേഷം 15-ാം അധ്യായം 18-ാം വാക്യത്തിൽ യഹൂദ രാജാവെ സുസ്തി എന്ന് പറഞ്ഞ് അവനെ അഭിവന്ദനം ചെയ്ത് കളിയാക്കുന്നത്. സഹോദരങ്ങളെ, ഈ സമയം നമ്മളെ പലരും കളിയാക്കിയിട്ടുണ്ട്, പല രീതിയിൽ കളിയാക്കിയിട്ടുണ്ടാവും. പഠിക്കാൻ കൊള്ളിയല്ലാത്തവനായിരിക്കും, പാടാൻ കഴിവില്ലാത്തവനായിരിക്കും, ഭക്ഷണം ഉണ്ടാക്കാൻ അറിയത്തില്ലാത്തവനായിരിക്കും, നിനക്കൊരു കഴിവില്ലെന്നോർത്ത് പലപ്പോഴും പല രീതിയിൽ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടാകും. ആ വേദനകളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ പലതരം മുറിവുകളായിട്ടുണ്ടാകും. സഹോദരങ്ങളെ, ഈശോയെ അഭിവന്ദനം ചെയ്ത് കളിയാക്കിയ ഈ വേദനകളൊപ്പം നമ്മളെ കളിയാക്കിയ എല്ലാ അവസ്ഥകളും നമുക്ക് ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. ആ വേദനകളെല്ലാം ഈശോ തിരുരക്തം കൊണ്ട് കഴുകി ആ മുറിവുകൾ കഴുകാൻ വേണ്ടി യേശുവിനെ നമുക്ക് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും രീതിയിൽ ഈ ക്ലാസ് കേട്ടോണ്ടിരിക്കുന്ന ഏതെങ്കിലും മക്കൾക്ക് കളിവാക്കുകളിലൂടെ മറ്റേതെങ്കിലും രീതിയിൽ മറ്റുള്ളവരിൽ നിന്ന് ഏറ്റ അപമാനങ്ങളെ പേരുണ്ടായ ഹൃദയത്തെ ഏറ്റ എല്ലാ മുറിവുകളും സമർപ്പിക്കുന്ന കർത്താവേ, ആ മുറിവുകളെല്ലാം യേശുവിൻ തിരുരക്തം കൊണ്ട് കഴുകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത മനസ്സേറ്റ മുറിവുകളാണ് മാർക്കോസ് സുവിശേഷം 19-ാം അധ്യായം 19-ാം വാക്യം. യേശുവിന് മുമ്പേ മുട്ടുകുത്തി എന്ന് പ്രണമിച്ചു. അതും യേശുവിനെ കളിയാക്കുകയാണ്. നമ്മളും പലപ്പോഴും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ദേവാലയങ്ങളിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാറുണ്ടാവും, അല്ലെങ്കിൽ കൈവിരിച്ച് നിന്ന് പ്രാർത്ഥിക്കാറുണ്ടാവും, അല്ലെങ്കിൽ ഒച്ചയിൽ പ്രാർത്ഥിക്കാറുണ്ടാവും. പക്ഷെ നമ്മൾ ഒരു ആത്മാർത്ഥത ഇല്ലാതെ ആയിരിക്കും ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. സഹോദരങ്ങളെ, യേശുവിന് മുമ്പ് മുട്ടുകുത്തി പ്രണമിച്ച് യേശുവിനെ കളിയാക്കിയപ്പം യേശു അനുഭവിച്ച വേദന അന്നേരവും നമ്മൾ ഓർക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ആളാകാനോ മറ്റെന്തിനും വേണ്ടി യേശുവിന്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രണമിച്ചിട്ടുണ്ടെങ്കിൽ, യേശുവിനെ കളിയാക്കിയ പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ, ആ വേദന എല്ലാം ഈശോയുടെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാൻ സഹോദരങ്ങളെ. അറിയാതെ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥ മൂലം നമുക്ക് വന്നിട്ടുള്ള എല്ലാ തടസ്സങ്ങളും മാർക്കോസ് 15-19 വചനത്തിന്റെ ശക്തിയാൽ യേശുവിന്റെ തിരുരക്തത്താൽ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത യേശു അനുഭവിച്ച മനസ്സേറ്റ 5-ാമത്തെ മുറിവാണ് വസ്ത്രം ഉരിയുന്നത്. ഈശോയുടെ വസ്ത്രം പീലാത്തോസിന്റെ ഭവനത്തിൽ വെച്ച് 2 പ്രാവശ്യം ഉരിഞ്ഞു മാറ്റുന്നതായിട്ടാണ് ബൈബിൾ പറയുന്നത്. മാർക്കോസ് സുവിശേഷം 15-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഈശോ ധരിച്ചുകൊണ്ട് വന്ന വസ്ത്രം അഴിച്ചു മാറ്റി ഒരു ചുമപ്പ് വസ്ത്രം ധരിപ്പിച്ചെന്ന് പറയുന്നുണ്ട്. 15-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഈശോ പീലാത്തോസിന്റെ ഭവനത്തിൽ കൊണ്ടുപോകുമ്പോൾ ആ ചുമപ്പ് വസ്ത്രം അഴിച്ചു മാറ്റി വീണ്ടും ഈശോയുടെ വസ്ത്രം ധരിപ്പിച്ചെന്നും പറയുന്നുണ്ട്.
ഒന്ന് ഓർത്ത് നോക്കിയ സഹോദരങ്ങളെ, വലിയ ജനക്കൂട്ടത്തിന് മുമ്പ് വെച്ച് 3 പ്രാവശ്യം ഈശോയുടെ വസ്ത്രം ഉരിഞ്ഞ് മാറ്റിയപ്പോൾ ഈശോ അനുഭവിച്ച വേദന നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന അപ്പുറമല്ലേ. നമ്മുടെ ഒരു വസ്ത്രത്തിന്റെ ഏതെങ്കിലും ഒരു സൈഡോ എവിടെയെങ്കിലും ഒരു സ്വല്പം ഒരു തുന്നൽ വിട്ടു പോയി കഴിഞ്ഞാൽ ആ വസ്ത്രം നമ്മൾ ഇടിയാൽ ഏതെങ്കിലും മൂലയ്ക്ക് എടുത്തിടുകയുള്ളൂ. അന്നേരം ഓർത്ത് നോക്കിയേ, ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന ഈശോയെ, പിതാവായ ദൈവത്തിന്റെ ഏകപുത്രനെ ഇത്രയും ജനങ്ങളെ മുമ്പ് വെച്ച് വസ്ത്രം ഉരിഞ്ഞെടുത്തപ്പം ഈശോ അനുഭവിച്ച വേദന. ഈ വസ്ത്രം ഉരിഞ്ഞെടുത്തപ്പം വേറൊരു വേദന കൂടി ഈശോയുടെ ശരീരത്തും കൂടെ അനുഭവിക്കുന്ന സഹോദരങ്ങളെ. ആദ്യം ഈശോ വന്നു കഴിഞ്ഞ് ചുവപ്പ് വസ്ത്രം ധരിപ്പിച്ചാണ് ഈശോ ചാട്ടവാറ അടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. ചാട്ടവാറ അടിപ്പിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ ആ ചുവപ്പ് വസ്ത്രം ഊരി ഈശോ പഴയ വസ്ത്രം തിരിച്ചു കൊടുക്കുകയാണ്. ഈശോയുടെ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടന്ന വസ്ത്രം ഉരിഞ്ഞെടുത്തപ്പം ഈശോ അനുഭവിച്ച വേദന. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പരീക്ഷാ സമയത്ത് ഒരു സാറിന്റെ കൂടെ താമസിക്കുകയായിരുന്നു. പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ വീട്ടിലോട്ട് വന്നിരുന്നത്. ഒരു ദിവസം ഇങ്ങനെ രാവിലെ വന്നപ്പം സൈക്കിളിൽ നിന്ന് താഴോട്ട് വീണു. ഒരു കാലിന്റെ ഇടത് കാലിന്റെ ഒരു സൈഡ് മൊത്തം തൊലി ഉരിഞ്ഞു പോയി. അങ്ങനെ ഒരു സഹോദരി എന്നോട് ചോദിച്ചു എന്നും പറ്റുമെന്ന്. എന്നാൽ നാണം കൊണ്ട് ഒന്നും പറ്റിയില്ലെന്നുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു സൈഡ് തൊടാൻ പറ്റിയാലാത്ത വേദന. തൊലിയെല്ലാം ഉരുണ്ടിരിക്കുന്നു. സ്വല്പം വെള്ളം ഒഴിച്ചത്തേക്ക് നീറ്റില്ല. നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥ. സഹോദരങ്ങൾ, ഞാനൊരു സൈക്കിളിൽ നിന്ന് വീണപ്പം അത്രമാത്രം വേദന അനുഭവിച്ചെങ്കിൽ ഈശോയുടെ ശരീരത്തെ ഒട്ടിച്ചേർന്ന് കിടന്ന ആ വസ്ത്രം ഉരിഞ്ഞെടുത്തപ്പം, ചാട്ടവാറ അടിച്ച് ശരീരം പൊട്ടിയ ആ മുറിവുകളോട് ഒട്ടിച്ചേർന്നാണ് വസ്ത്രം ഉരിഞ്ഞെടുത്തപ്പോൾ ഈശോ അനുഭവിച്ച വേദന. ഈ വേദനയൊപ്പം നമുക്ക് ശരീരത്തുണ്ടായ എല്ലാ വേദനയും സമർപ്പിക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ശരീരത്തുള്ളവരും എല്ലാ മുറിവുകളും സമർപ്പിക്കാം. സന്ധിവാദം, ആമവാദം, അങ്ങനെയുള്ള വാദങ്ങളെല്ലാം സമർപ്പിക്കും. ഈശോയുടെ ഈ വസ്ത്രം ഉരിഞ്ഞെടുത്തപ്പം ഈശോ അനുഭവിച്ച വേദനയോട് ചേർത്ത് വെച്ച് അങ്ങനെയുള്ള എല്ലാ രോഗങ്ങളും യേശുവിന് തിരുരക്തത്താൽ, മർക്കോസ് 15:17, മർക്കോസ് 15:20 ശക്തി യേശുവിന് തിരുരക്തത്താൽ ഇപ്പം യേശുവിനകത്ത് വിട്ടുപോട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മനസ്സേറ്റ അടുത്ത വേദനയാണ് 3 വർഷക്കാലം ഈശോയുടെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ ഈശോ വിട്ടുപോയത്. ഊണിലും ഉറക്കത്തിലും തൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ശിഷ്യന്മാർ. പക്ഷേ ഈശോ ഓർത്ത് കാണും, ഇവര് എന്നെ വിട്ടുപോവുകയായിരുന്നു. പക്ഷേ ഈശോ അനുഭവിച്ച ഏറ്റവും വലിയ വേദന ഒന്നായിരിക്കും 3 വർഷക്കാലം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ ഈശോ വിട്ടുപോയത്. നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്, പത്രോസ് ഈശോയെ 3 പ്രാവശ്യം തള്ളിപ്പറയുന്നു. ഈശോ മുൻകൂട്ടിയെ പറഞ്ഞു, നീ എന്നെ തള്ളിപ്പറയുന്നവരെ കോഴി കൂവില്ലെന്ന്. ആ പത്രോസിനെയാണ് ഈശോ സഭയുടെ തലവനാക്കിയത്, ആദ്യത്തെ മാർപ്പാപ്പ. സഹോദരങ്ങളെ, ഈ 6 വേദനകൾ ശരീരത്തിനേറ്റ മുറിവിനേക്കാളും അസഹ്യമായിരുന്നു യേശുവിൻ്റെ മനസ്സേറ്റ മുറിവുകൾ. ശരീരത്തിനേറ്റ മുറിവുകൾ ഒരുപക്ഷെ നമുക്ക് പുറമേ നോക്കുമ്പോൾ കാണാൻ സാധിക്കും. പക്ഷേ മനസ്സിനേറ്റ മുറിവുകൾ ഈശോയ്ക്ക് മാത്രം അറിയത്തുള്ളൂ. നമുക്കും പലതരത്തിലുള്ള മനസ്സിലേറ്റ മുറിവുകളെല്ലാം സമർപ്പിക്കും. ഹാർട്ട് സംബന്ധമായ രോഗങ്ങളെല്ലാം സമർപ്പിക്കും. പുറത്ത് കാണാൻ പറ്റാത്ത എല്ലാ രോഗങ്ങളും സമർപ്പിക്കും. ആ രോഗങ്ങളെല്ലാം ഈശോയുടെ പീലാത്തോസിന്റെ ഭവനത്തിൽ വെച്ചേറ്റ ഈ 6 മുറിവുകളെ, ഹൃദയത്തേറ്റ ഈ മുറിവുകളോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹാർട്ട് സംബന്ധമായ ബ്ലോക്കുകളുള്ള സഹോദരങ്ങൾ, ഹാർട്ട് സംബന്ധമായ മറ്റ് അസ്വസ്ഥതകളുള്ള സഹോദരങ്ങൾ, ആ വേദനകളെല്ലാം യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ ഈ മനസ്സേറ്റ ഹൃദയത്തേറ്റ മുറിവുകളോട് കൂടി ചേർത്ത് വെച്ച് ആ രോഗങ്ങളെല്ലാം യേശു നാമത്തിൽ ഇപ്പം സൗഖ്യപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കും. മനസ്സേറ്റ മുറിവുകളാണ് നമ്മൾ ഇപ്പം കണ്ടത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് യേശുവിന്റെ ശരീരത്തിൽ സഹിക്കേണ്ട വന്ന വേദന. അതിലാദ്യത്താണ് ചവിട്ടി കൊണ്ട് അടിപ്പിച്ചത്. മർക്കോസ് സുവിശേഷം 15-ാം അധ്യായം
15 വാക്യത്തിൽ യേശുവിനെ ചവിട്ടി കൊണ്ട് അടിപ്പിച്ചതിന് ശേഷം ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തെന്നാണ് ബൈബിളിൽ പറയുന്നത്. വാഴ്ത്തപ്പെട്ട ആങ്കാതരിയെ ഈശോയെ വെളിപ്പെടുത്തിയനുസരിച്ച് ഒരു കൽത്തൂണി കെട്ടിയിട്ട് 180 തവണ ഈശോ ചാട്ടവാറ അടിച്ചെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മള് ഭാഷൻ ക്രൈസ്റ്റിനകത്ത് കണ്ടിട്ടുണ്ട്. ഒരു ചാട്ടവാർ എന്ന് പറയുമ്പം അതില് 8ഉം 10ഉം വള്ളികളുണ്ട്. അത്രയൊന്നും വേണ്ട. ഒരു വള്ളിയുള്ള ചാട്ടവാറും കൊണ്ട് പോലും ഒരു 180 അടി ഒരു മനുഷ്യനെ അടിക്കുമ്പം ആ മനുഷ്യന്റെ പുറം എപ്രകാരമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. യെശയ്യായുടെ പുസ്തകത്തില് അസ്ഥികൾ ഒന്നുപോലും നുറങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞിട്ടുള്ളൂ, ശരീരം പൊട്ടിയിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ല. സഹോദരങ്ങളെ, ആ ചാട്ടവാറ അടിയേറ്റത് നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്ക് വേണ്ടി കൂടിയാണ്. ഇനി ഈ ലോകത്ത് ജനിക്കാൻ പോകുന്ന ഓരോ മക്കൾക്ക് വേണ്ടി കൂടിയാണ് ഈശോ ചാട്ടവാറ അടിയേറ്റത്. യേശുവിന്റെ ചാട്ടവാറ അടിയോടൊപ്പം പുറത്തുണ്ടാകുന്ന എല്ലാ വേദനയും നിങ്ങൾ സമർപ്പിക്കുക. ചിലരെ ശരീരം പൊട്ടി ഒലിക്കുന്ന അവസ്ഥകൾ കാണും. സൊറാസിസ് രോഗങ്ങൾ സമർപ്പിക്കാം, ക്യാൻസർ രോഗങ്ങൾ സമർപ്പിക്കാം, എയ്ഡ്സ് രോഗങ്ങൾ സമർപ്പിക്കാം, ശരീരം പൊട്ടി ഒലിക്കുന്ന രോഗങ്ങളെല്ലാം മക്കളെ സമർപ്പിക്കാം, അലർജി രോഗങ്ങളെല്ലാം സമർപ്പിക്കാം. മർക്കോസ് 15:15 ശക്തിയാൽ, യേശു നാമത്തിന്റെ ശക്തി, യേശുവിന് തിരു രക്തത്താൽ, യേശു ശരീരത്തേറ്റ ചാട്ടവാറയടിയേറ്റപ്പോൾ യേശു അനുഭവിച്ച വേദനയോട് ചേർത്ത് വെച്ച് യേശു ഈ മക്കളെ എല്ലാം സൗഖ്യപ്പെടുത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്തത് യേശു ശരീരത്തേറ്റ രണ്ടാമത്തെ വേദനയാണ് മുൾക്കിരീടം ധരിപ്പിച്ചത്. മർക്കോസ് സുവിശേഷം 15:17 വാക്യത്തിൽ ഇപ്പുറം പറയുന്നത്, ഒരു മുൾക്കിരീടം മെനഞ്ഞ് യേശുവിനെ മുള്ളുകൾ കൊണ്ട് ഉണ്ടാക്കി മുൾക്കിരീടം ഉണ്ടാക്കി തലയെ ധരിപ്പിച്ചപ്പം അതിനുശേഷം ആ മുള്ളുകൾ മേലെ അടിക്കുമ്പോൾ ആ മുള്ളു തലയിലേക്ക് തുളച്ച് കയറുന്ന ഈശോ അനുഭവിച്ച വേദന 12 മുള്ളുകളുള്ള ഒരു മുൾക്കിരീടമായിരുന്നു എന്നാണ് വാഴ്ത്തപ്പെട്ട അതിന് എരിമെരിസിന് ഈശോ വെളിപ്പെടുത്തിയത്. 1/2 ഇഞ്ച് നീളമുള്ള മുള്ളുകൾ. നമുക്കൊരു പല്ലുവേദന വന്ന അല്ലെങ്കിൽ ഒരു ചെവി വേദന വന്ന നമ്മൾ ആ ദിവസം നമ്മൾ ഉറങ്ങിയാൽ ആ വീട്ടിലുള്ളവർ ഉറക്കിയ തല മുതൽ ഉള്ളംകാൽ വരെ വേദനയാണ്. അന്നേരം 12 മുള്ളുകൾ തലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തലയിലേക്ക് അടിച്ചു കയറ്റുമ്പം സഹോദരങ്ങളെ, ഈശോ പല പ്രാവശ്യം അപ്പാന്ന് വിളിച്ചു കാണും. ഈശോയ്ക്ക് ഒരുപക്ഷെ എന്താ വിളിക്കേണ്ട പോലും അറിഞ്ഞു കാണില്ല സഹോദരങ്ങളെ. ആ വേദനകൾ അനുഭവിച്ചത് നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടിയാണ്. ഈശോ തലയിലടിച്ചപ്പം ഈ മുള്ളുകളേറ്റപ്പം ഉണ്ടായ വേദനയുടെ ഒപ്പം BP കുറഞ്ഞ് തലയിൽ ബ്ലോക്ക് ഉണ്ടായ മക്കളുണ്ട്, തലയിൽ ക്യാൻസർ ഉള്ള മക്കളുണ്ട്, തലവേദന വിട്ടുമാറാത്ത തലവേദനയുള്ള മക്കളെ സമർപ്പിക്കുന്നു, മൈഗ്രെയിൻ പോലെയുള്ള രോഗങ്ങളെ സമർപ്പിക്കുന്നു, മുടി പൊഴിയുന്ന അസുഖം മൂലം വേദനിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു, ചെവി വേദനകളെ സമർപ്പിക്കുന്നു, തലയിൽ ബ്ലോക്ക് വന്നിട്ട് ശരീരം തളർന്നുപോയ മക്കളെ സമർപ്പിക്കുന്നു, തലയുടെ എല്ലാവിധ രോഗങ്ങളെയും സമർപ്പിക്കുന്നു. യേശുവിൻ്റെ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും, അവരുമായി ബന്ധപ്പെട്ട എല്ലാ മക്കളെയും, അവരോട് പ്രാർത്ഥന സഹായം ചോദിച്ച എല്ലാ മക്കളെയും, ഏതെങ്കിലും മക്കൾക്ക് തലയുമായി ബന്ധപ്പെട്ടുള്ള തലവേദന, മൈഗ്രെയിൻ പോലത്തെ രോഗങ്ങൾ, ക്യാൻസർ, തലയിലെ ബ്രെയിൻ ക്യാൻസർ, അങ്ങനെയുള്ള രോഗങ്ങൾ, തലയിലെ ബ്ലോക്ക് മൂലം ഉണ്ടായ മറ്റു ബ്ലോക്ക് ഉണ്ടെന്ന് പറയുന്ന അസ്വസ്ഥതകൾ, അങ്ങനെ എല്ലാ രോഗങ്ങളും യേശുവിന്റെ നാമത്തിൽ സംഭവിക്കും. യേശുവിന്റെ നാമത്തെ ശക്തി, യേശുവിന്റെ തിരരക്തത്താൽ ഈശോ തലയിലേറ്റ ഈ മുൾക്കിരീടം വെച്ചപ്പോഴേറ്റ വേദനയോടൊപ്പം യേശുവെ മർക്കോസ് 15:17 ശക്തിയാൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും മക്കൾക്ക് തല സംബന്ധമായ രോഗങ്ങളുണ്ടെങ്കിൽ ഈശോ തലയിലേറ്റ മുള്ളുകളും ഏറ്റപ്പം ഈശോ അനുഭവിച്ച വേദനയോട് ചേർത്ത് ഈശോയെ ആ വേദനയോടൊപ്പം ഈശോ അവരുടെ ആ തല സംബന്ധമായ രോഗങ്ങൾ
സൗഖ്യപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഇതെല്ലാം നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടിയായിരുന്നു. നമ്മൾ ചെയ്ത ഓരോ പാവങ്ങൾക്ക് വേണ്ടിയാണ് ഈശോ ഈ വേദന സഹിച്ചത്. സഹോദരങ്ങളെ, നമ്മൾ ചെയ്തു കൂട്ടിയ പാവങ്ങൾക്ക് വേണ്ടി, ഇനിയും ചെയ്യാൻ പോകുന്ന പാവങ്ങൾക്ക് വേണ്ടി, ഒരു പാവം പോലും ചെയ്യാത്ത ഈശോ ഈ വേദനകൾ സഹിച്ചു. നമുക്ക് ഈശോ തലയിലേറ്റ മുറിവിനോർത്ത് നമുക്ക് ധ്യാനിക്കാം. Hallelujah. Praise the Lord. Praise the Lord. പാട്ട് കേൾക്കുന്നുണ്ടോ? ഇല്ല 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 സൗണ്ട് ഓഫ് ചെയ്തേക്കാണോ? കഴിഞ്ഞ സൗണ്ട് വരുന്നില്ല. ഇല്ല ഇല്ല. ഒരു സെക്കൻഡ്. Hallelujah, hallelujah. Amen, നന്ദി. Hallelujah, 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 hallelujah. കർത്താവേ, നന്ദി നന്ദി നന്ദി. Hallelujah, 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 hallelujah. തലയിലേക്ക് മുറിവുകളൊപ്പം നമ്മുടെ വേദനകൾ സമർപ്പിക്കുന്ന സഹങ്ങളെ, നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി യേശുവിനെ പറ്റി വേദനകളെ ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനൊപ്പം നമുക്ക് ചേർത്ത് വെക്കാം നമ്മുടെ തലയിലേറ്റ എല്ലാ മുറിവുകളും. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. നമ്മുടെ ശരീരത്തേറ്റ, നമ്മുടെ തലയിലേറ്റ എല്ലാ മുറിവുകളും ഈശോയെ ഈ ഗാനത്തിലൂടെ പറഞ്ഞ പോലെ നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി ഈശോ തലയേറ്റ എല്ലാ മുറിവുകളും ചേർത്ത് നമുക്ക് പറയാം. ഈശോ ശരീരത്തേറ്റ മൂന്നാമത്തെ വേദനയാണ് ഞാങ്ങളെ കൊണ്ട് അടിച്ചത്, മുഖത്ത് കുത്തിയത്. മർക്കോസ് സുവിശേഷം 15-ാം അധ്യായം 19 വാക്യത്തിൽ പ്രായം പറയുന്നുണ്ട്, ഞാങ്ങളെ കൊണ്ട് അവന്റെ ശിരസ്സെ അടിക്കുകയും അവന് മരിക്കുകയും ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പ് യേശയ്യാ പ്രവാചകൻ ഈശോ പീഡാനുഭവത്തെ പറയുമ്പോൾ യേശയ്യായുടെ പുസ്തകം 50-ാം അധ്യായം 5-6 വാക്യത്തിൽ പ്രായം പറയുന്നുണ്ട്, ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല, അടിച്ചവർക്ക് കുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്ദനത്തിൽ നിന്ന് തുപ്പലിൽ നിന്ന് ഞാൻ മുഖം തിരിച്ചില്ല. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു രോമം, തമാശക്കെങ്കിലും ഒരു മുടി നാരോ ഒഴിച്ചു വയ്ക്കും നമ്മൾ അനുഭവിക്കുന്ന വേദന. അങ്ങനെ ഈശോ ഈ ശരീരത്തെ അറിയാതെ ആരാണ് വിട്ടത്. അന്നേരം നമ്മുടെ ഒരു മുടി വലിച്ചു പറിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വേദന. അന്നേരം ഈശോയുടെ ഒരു കൂട്ടം രോമങ്ങൾ, താടിയെ രോമങ്ങൾ വലിച്ചു പറിക്കുമ്പോൾ ഈശോ അനുഭവിച്ച വേദന. പക്ഷേ കവിള് പറഞ്ഞു പോകുന്ന വേദന അനുഭവിച്ചു സങ്കല്പിക്കാൻ പറ്റുന്ന അപ്പുറമായിരിക്കും ആ വേദന. നമ്മളെ ഒരു മുടി വലിച്ചു പറിക്കുമ്പോൾ നമ്മൾ അയ്യോ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ആ ഈശോയുടെ ആ താടി രോമങ്ങൾ വലിച്ചു പറിച്ചപ്പോൾ ഈശോ അനുഭവിച്ച വേദന നമുക്ക് വേണ്ടിയല്ല സഹോദരൻ. ഈശോയുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയപ്പോൾ ഈശോ അനുഭവിച്ച വേദന. നമ്മുടെ മുഖത്ത് ഒരാൾ കാർക്കിച്ച് തുപ്പിയാൽ നമ്മൾ അന്നേരം പ്രതികരിക്കുകയല്ലേ. അന്നേരം ഈശോയുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയപ്പോൾ മുഖം കാട്ടിക്കൊടുക്കുകയാണ് ചെയ്തത്. നിന്റെ ഇടത് കർണത്തടിക്കുന്നതെന്ന് വലത് കർണം കാണിച്ചു കൊടുക്കണമെന്നാണ് ഈശോ ആ മുഖത്ത് തുപ്പിയപ്പോഴും മുഖം തിരിച്ചില്ല. നമുക്ക് വേണ്ടി, നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി സഹോദരങ്ങളെ വേണം നമ്മുടെ വേദനകളും
എല്ലാം അനുഭവിച്ചത് ഈശോയ്ക്ക് വേണ്ടി. ഈശോ അനുഭവിച്ച് നമുക്ക് വേണ്ടി പറഞ്ഞു. ഈ മുഖത്ത് ഈശോയുടെ താടി രോഗങ്ങൾ വെച്ച് പറിച്ചു കാർക്കിച്ചത്ത് പോയപ്പോഴും ഈശോ അനുഭവിച്ച് വേദനയോടെ ചേർത്ത് വെച്ചു. ആർത്തവ സംബന്ധമായ മുഖത്തുണ്ടാകുന്ന കുരുക്കളും രോഗങ്ങൾ, മുഖത്തുണ്ടാകുന്ന മറ്റ് അസ്വസ്ഥതകൾ, മുഖം ചുക്കിച്ചുളിയുന്ന വേദന, അങ്ങനെ പ്രയാസമുള്ള മക്കളെല്ലാം മുഖമായി ഉണ്ടാകുന്ന എല്ലാ രോഗങ്ങളും നമുക്ക് സംഭവിക്കാം സഹോദരങ്ങളെ. ആ രോഗങ്ങളെല്ലാം യേശുവിന്റെ നാമത്തെ ശക്തിയാണ്. യേശുവിനെ തിരുരക്തത്താൽ മർക്കോസ് 15:19, യേശയ 50:5-6-15 ശക്തിയായി സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഇനി പീലാത്തോസിന്റെ ഭവനത്തിൽ യേശു അനുഭവിച്ച യാതനകൾക്ക് ശേഷം ഒരു പാവം ചെയ്യാത്ത ഈശോ നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി ചുമക്കാൻ പോവാണ് യാഗത്തിലേക്ക്. പീലാത്തോസിന്റെ ഭവനത്തിലെ അതിക്രൂരമായ മാനസിക ശാരീരിക പീഡനങ്ങൾക്ക് ശേഷം തനിക്ക് വഹിക്കാൻ പറ്റുന്ന അപ്പുറമുള്ള ഒരു കുരിശ് തോന്നുന്നുണ്ട് രാഹുലത്തേക്ക് പോകാൻ തുടങ്ങുകയാണ് ഈശോ. ഈശോയ്ക്ക് ആരോടും ഒരു പരാതി പരിഭവം ഒന്നുമില്ല. ഈശോ ആരോടും ഒന്നും പറയുന്നുമില്ല. യെശയ്യായുടെ പുസ്തകം 53 അധ്യായം 6 വാക്യത്തിൽ അവസാനത്തോളം 6 വാക്യത്തിൽ പറയാൻ പറയുന്നുണ്ട്, ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി, നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി കർത്താവ് അവന്റെ മേൽ ചുമത്തിയാണ്. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് കുരിശുമക്കാൻ പോകുന്നത്. നമ്മൾ ചെയ്ത പാവങ്ങൾക്ക് വേണ്ടി ഈശോ മർദ്ദനമേറ്റതും ഇനി ചുമക്കാൻ പോകുന്ന കുരിശ് ചുമക്കാൻ എല്ലാം പോകുന്നത് നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി തുടങ്ങും. പാവമൊഴികെ ബാക്കിയെല്ലാം മനുഷ്യന് സാദൃശ്യമായി ഈശോ യാഗത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. ഈശോടൊപ്പം നമുക്കും ആ യാത്ര ആരംഭിക്കും. യെശയ്യായുടെ പുസ്തകം 53 അധ്യായം 3 വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട്, അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതില്ല, നമ്മുടെ വേദനകളാണ് യഥാർത്ഥം വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമതത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിക്കുകയും ചെയ്തു എന്ന് നാം കരുതുന്നുണ്ടോ? നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമതത്. യെശയ്യായുടെ പുസ്തകത്തിൽ 53 അധ്യായം 3 വാക്യത്തിൽ പറയുന്നത്, നമ്മുടെ വേദനകളാണ് ഈശോ ചുമന്നത്. സഹോദരങ്ങളെ, നമുക്ക് ചെയ്ത പാവങ്ങൾക്ക് വേണ്ടി ഈശോ കുരിശ് ചുമക്കാൻ തുടങ്ങുന്നു. ഈശോ 1 പ്രാവശ്യം ചെയ്യുന്നതായിട്ട് നമ്മൾ കുരിശിനെ വഴി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. നമ്മൾ കുരിശിനെ വഴി പുസ്തകത്തിൽ വായിക്കുമ്പോൾ കുരിശിനെ കൊണ്ടൊന്ന് വീണു, അത്രയേ നമ്മൾ ചിന്തിച്ചു പോകും. ആ കുരിശും കൊണ്ട് ഈശോ വീണത് കല്ലിലല്ല, കല്ല് വെറും മണ്ണിലാന്ന് ഓർത്ത് നോക്കിയ സഹോദരങ്ങളെ. ഈശോ കുരിശ് ചുമക്കുന്നത് കുറുകെ നേരെയുള്ള ഭാഗം നേരത്തെ തന്നെ മലയിൽ കൊണ്ടുവയ്ക്കുന്നതാണ് ഡാനിയേലിനൊക്കെ എൻ്റെ ക്ലാസ്സുകളിൽ പറഞ്ഞിരിക്കുന്നത്. കുറുകെയുള്ള ഭാഗമാണ് ഈശോയുടെ. ആ കുറുകെയുള്ള ഭാഗം ഈശോയെ കൈകളോട് ചേർത്ത് ബന്ധിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. എന്തു ആയിക്കോട്ടെ, ഈശോ മുഖം അടിച്ച് വീഴുമ്പോൾ, പ്രഭാത സമയമാണ്, ഈശോ മുഖം അടിച്ച കല്ല് വീഴുമ്പോൾ നമ്മളെ രാവിലെ നമ്മളെ കയ്യോ കാലോ ചെറുതായിട്ട് പൊട്ടിക്കുന്ന രക്തം തുള്ളികളായിട്ട് ഒഴുകും. അന്ന് ഈശോ മണ്ണിലോ കല്ലിൽ എന്തു ആയിക്കോട്ടെ, ആ വീണപ്പം ഈശ്വർ മുഖം അടിച്ച വീണത്, ഈശ്വർ മുഖം അടിച്ച സഹോദരങ്ങൾ വീണത്. ആ ഈശോ വീണിട്ട് തിരിച്ചെഴുന്നേക്കുമ്പോൾ നമ്മൾ നോക്കിയാൽ
നമ്മൾ ഈശോയെ നോക്കി തിരിച്ചറിയാൻ സാധിക്കാത്തത്രയും ഗുരുവുമായി കാണും. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, മുഖം അടിച്ച് വീഴുമ്പം എപ്രകാരമായിരിക്കുന്നു. ഈ മുഖം അടിച്ച് വീണ ശേഷമാണ് ഈശോ മാതാവിനെ കാണുന്നത്. കുരിശിന്റെ വഴി പുസ്തകത്തിൽ 4-ാം സ്ഥലത്ത് നമ്മൾ കാണുന്നുണ്ട് ഈശോ മാതാവിനെ കാണുന്നതായിട്ട്. യേശയ്യായുടെ പുസ്തകം 53-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ഖണ്ഡിക്കുകയും ചെയ്തെന്ന് നാം കരുതിയുന്നുണ്ടോ. നമ്മുടെ ദുഃഖങ്ങൾക്ക് വേണ്ടി ദുഃഖങ്ങളും ചുമന്ന ഈശോയെ പിതാവായ ദൈവം ശിക്ഷിച്ചെന്നാണ് നമ്മൾ കരുതിയത്. ഈ കുരിശോടുകൂടി നിലത്ത് വീണിട്ട്, മുഖം അടിച്ച് നിലത്ത് വീണിട്ടാണ് മാതാവിനെ കാണുന്നത്. നമ്മുടെ ആ കുരിശിന്റെ വഴി ശ്രീവാപ്പാതെ കാണുന്നുണ്ട്, കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ, മിന്നിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ. അമ്മയും മകനും സംസാരിക്കുന്നില്ല. മകന്റെ വേദന അമ്മയുടെ ദുഃഖം വർദ്ധിപ്പിക്കുന്നു, അമ്മയുടെ വേദനക്ക് മകന്റെ ഹൃദയം തകർക്കുന്നു. സഹോദരങ്ങളെ, ശിമോൻ ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പം നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കുമെന്ന് അന്ന് മാതാവിനെ പറഞ്ഞായിട്ട് ശ്രീവാപ്പാതെ നമ്മൾ കാണുന്നുണ്ട്. നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കുമെന്ന് പറഞ്ഞത് മറ്റൊന്നല്ല, ഉണ്ണിയെ ആദ്യമായി കയ്യിലെടുത്തപ്പം, രക്തത്തിൽ കുളിച്ചിരുന്ന ഉണ്ണീശയെ എടുത്തപ്പം മാതാവിന് ആ രക്തമെല്ലാം തുടച്ച് ഉണ്ണീശയെ നല്ല ഇതാക്കി എടുക്കാൻ പറ്റി കാണും. പക്ഷേ രക്തത്തിൽ കുളിച്ചിരിക്കുന്ന ഈശോയെ കാണുമ്പോൾ ഈശോയ്ക്ക് മാതാവിന് കാണാൻ പോലും പറ്റിയല്ല. ആ രക്തത്തുള്ളിയും തുടച്ചു മാറ്റാൻ പോലും സാധിക്കും. ഈശോയെ മുഖമടിച്ച് വീണിട്ട് നിൽക്കുന്ന ഈശോയെ ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. തലേദിവസം ചാട്ടവാറും മുള്ളുക്കിരീടം വെച്ച് മുഖത്തുനിന്ന് ഒഴുകി ഇറങ്ങിയ രക്തത്തുള്ളികൾ മുഖത്ത് കട്ട പിടിച്ച് കറുത്ത കളറായി കാണും. താടിയിലേക്ക് ചെട പിടിച്ചിരിപ്പുണ്ടാകും. താടി രോമങ്ങൾ വലിച്ചു പറിച്ചപ്പോൾ ഉണ്ടായ ബ്ലഡ് വന്ന് അതിന്റെ കൂടെയാണ് ഈ ഈശോ വീണിട്ട് മാതാവിനെ കാണുന്നത്. ആ അവസ്ഥ ചിന്തിച്ചു നോക്കി. സ്വന്തം അമ്മ ആ മകനെ അങ്ങനെ കാണേണ്ട വന്നൊരവസ്ഥ. അതാണ് എന്റെ വിശ്വാസം വെച്ച് എന്റെ ഹൃദയത്തിൽ വാൾ കടക്കുമെന്ന് സമയം പറഞ്ഞത്. ബാക്കിയെല്ലാം ഗബ്രിയേൽ മാലാഖ മാതാവിന് പറഞ്ഞാണ്, വിശ്വമരണം ഉൾപ്പെടെ എല്ലാം. അന്നേരം ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണുമെന്നാണ് അന്ന് സിനിമയെ മാതാവിന് പറഞ്ഞായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് ഈശോയുടെ കുരിശുയാത്രയിൽ ഈശോയെ സിനിമയെ സഹായിക്കുന്നതായിട്ട് കാണുന്നു. ഈശോയുടെ തോളിലേറ്റ മുറിവുകളാണ് ഈശോയ്ക്ക് ഏറ്റവും വേദന അനുഭവിച്ച മുറിവുകൾ എന്നാണ് പറയുന്നത്. കാരണം തോളിലെ കുരിശ് ഒരഞ്ഞ് ആ തൊലി പോയിട്ട് അസ്ഥിയെ കൊള്ളുമ്പോൾ ഒരു വേദന. നമുക്ക് പലർക്കും മുട്ടിനും കാലിനൊക്കെ തേയ്മാനമുള്ള സഹോദരങ്ങളാണ്. തേയ്മാനം വന്നു കഴിയുമ്പോൾ അവർക്ക് എന്ത് മരുന്ന് കൊടുത്താലും ആ വേദന മാറിയ എന്ന് പറഞ്ഞ ഈ തൊലി പോയിട്ട് അസ്ഥി ഒരയുമ്പോൾ ആ വേദന. സഹോദരങ്ങളെ ഈ വേദനകളൊപ്പം നമുക്ക് ഈശോ എല്ലാ അസ്ഥി സംബന്ധമായ രോഗങ്ങൾ നമുക്ക് സമർപ്പിക്കും. ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്കുണ്ടാകുന്ന അസ്ഥി രോഗങ്ങള്, മുട്ടുവേദനകള്, ഈശോ മുഖം കുത്തി നിലത്ത് വീണപ്പം മുട്ടുകൾ കുത്തി രക്തം ഒഴിച്ചപ്പം ആ വേദനയോടൊപ്പം ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും സമർപ്പിക്കും. അവരുടെ എല്ലാ രോഗങ്ങളും സമർപ്പിക്കും. അസ്ഥി സംബന്ധമായ എല്ലാ രോഗങ്ങളും സമർപ്പിക്കും. ഇന്ന് ക്ലാസ് തുടങ്ങുമ്പോൾ സഹോദരി പറഞ്ഞ ആ മകളെയും സമർപ്പിക്കാം. ആ മകളുടെ അസ്ഥികൾക്ക് ബലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കും. യേശു നാമത്തെ ശക്തി, യേശു തിരെ രക്തത്തെ യേശു ഊഴി വീണപ്പോഴും അതുപോലെ കുരിശ് വന്നപ്പോൾ വീണപ്പോൾ എല്ലാ അനുഭവിച്ച അസ്ഥി സംബന്ധമായ എല്ലാ വേദനകളും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കും. അസ്ഥി സംബന്ധമായ എല്ലാ രോഗങ്ങളും യേശുവിന്റെ നാമത്തെ ശക്തി, യേശുവിന് തിരെ രക്തത്തെ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഈ ശ്രീകാപാതയില് വേറൊനിക്ക് ഈശോ തിരുമുഖം തുടയ്ക്കുന്നതും സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്ന എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് 10-ാം സ്ഥലം ഈശോയുടെ ശരീരത്തിൽ ഒട്ടിച്ചേർന്ന വസ്ത്രങ്ങൾ വിരിഞ്ഞിട്ടു. പീലാത്തോസിന് ഭാവം ചോദിച്ച് 2 പ്രാവശ്യം വസ്ത്രം എറിയുന്നുണ്ട്. ഇത് ഗാഗുൽത്ത മല വെച്ച്
മൂന്നാമത് ഒന്നും കൂടെ വസ്ത്രം ഉരിയ സഹോദരങ്ങൾ. തലേദിവസം ചാട്ടവാറ അടിച്ചതിന്റെ ആ വസ്ത്രത്തെ ഒട്ടിപ്പിടിച്ചും വസ്ത്രങ്ങൾ വലിച്ചൂരിയെടുക്കും. പല പ്രാവശ്യം വീണ് ശരീരത്തോട് പൊട്ടിയപ്പം ആ ശരീരത്തിൽ ചേർന്ന വസ്ത്രം നമുക്കൊരു മുറിവുണ്ടാകുമ്പോൾ നമ്മൾ സാധാരണ ചെറിയൊരു തുണി കഷ്ണം എടുത്ത് ചുറ്റി വെക്കും. ആ അന്നേരത്തെ സെപ്റ്റിക് കൊണ്ട് പെട്ടെന്ന് ചുറ്റി വെച്ചിട്ട് ഒരു മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ തുണി എടുക്കുമ്പോൾ അവിടുന്ന് ബ്ലഡ് വരും. അല്ലെങ്കിൽ നമുക്കൊരു മുറിവുണ്ടായി നമ്മൾ ആശുപത്രി ചെല്ലുമ്പം പഞ്ഞി എടുക്കുമ്പോൾ അവർ വെള്ളം നനച്ചാണ് എടുക്കുന്നത്. നിങ്ങൾ ഓർത്ത് നോക്കിയേ, ഈ പടയാളികൾ ആരെങ്കിലും യേശുവിനെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ട് സഹോദരങ്ങൾ? വസ്ത്രം വലിച്ചൂരിയെടുക്കില്ലേ ഉള്ളൂ. ശരീരത്തെ ഒട്ടിച്ചേർന്ന വസ്ത്രമല്ല ഉരിഞ്ഞു വരുന്നു, ശരീരത്തെ ഒട്ടിച്ചേർന്ന യേശുവിന്റെ മാംസ കഷ്ണങ്ങളെ സഹോദരങ്ങൾ ഉരിഞ്ഞു വരുന്നത്, അല്ലാതെ വസ്ത്രമല്ല. നമ്മൾ അറിയണം. എനിക്ക് 1 വർഷം മുമ്പ് ഉണ്ടായ ഒരു കാര്യം, ഒരു അനുഭവം ഞാൻ പറയുന്ന സഹോദരങ്ങളെ. ഞാൻ വാടക വീട്ടിൽ താമസിക്കുന്നു. അവിടെ മുറ്റത്തൊരു പ്ലാവുണ്ട്. ഒരു 9 അടി ഹൈറ്റിൽ ഒരു വാട്ടർ ടാങ്ക് വെച്ചിട്ടുണ്ട്. ആ ടാങ്കിന് മുകളിൽ കയറിയുന്ന ഒരു ചക്ക പറിക്കാം. ഞാൻ ഉടുപ്പൊന്നും ഇടാതെ ആ ടാങ്കിന് മുകളിൽ കയറിയുന്ന ഒരു തോട്ടി വെച്ച് ചക്ക പറിക്കുകയാണ്. ഒരു കാരണവശാലും ആ ചക്ക എൻ്റെ മേത്ത് വീഴാൻ ഒരു സാധ്യത ഇല്ലാത്തതാണ്. പക്ഷേ ആ ചക്ക ഞാൻ ടാങ്കിന് മുകളിൽ തട്ടി എൻ്റെ ചങ്ക് മുതൽ അര വരെ ഒരു 40 കോമ്പസ് വെച്ച് വരഞ്ഞ എങ്ങനെയിരിക്കും അതുപോലെയാണ്. എനിക്കൊരു റൂമിൽ വന്നിട്ട് പുകച്ചിലാണോ നീറ്റിലാണോ വേദനയാണെന്ന് അറിയത്തില്ല സഹോദരൻ. ഫാനിട്ട് നോക്കി, എണ്ണ തൂക്കി നോക്കി, അറിയില്ല. 1 മണിക്കൂറോളം അസഹ്യമായ വേദന. കിടക്കാൻ തോന്നുന്നു, ഇരിക്കാൻ തോന്നുന്നു, ഇരിക്കണം തോന്നുന്നു, നിൽക്കാൻ തോന്നുന്നു, നിൽക്കാൻ തോന്നുന്നു, നടക്കാൻ തോന്നുന്നു. പുകച്ചിൽ. എനിക്കൊരു ചക്ക വീണപ്പം പുറത്തുള്ള ഇത്രയും തൊലി ഉരിഞ്ഞു പോയപ്പം എനിക്ക് ഇത്രയും വേദന അനുഭവിക്കുന്നത് ഈശോ ശരീരത്തിൽ ഒട്ടിച്ചേർന്ന് കിടന്ന വസ്ത്രം ഉരിഞ്ഞെടുത്തപ്പോൾ ഈശോ എന്തുമാത്രം വേദന അനുഭവിച്ചവനാണ്. ഇത് മുൻകൂട്ടി കണ്ടിട്ടാണ് യേശയ്യ പ്രവാചകൻ യേശയ്യയുടെ പുസ്തകം 52-ാം അധ്യായം 14-ാം വാക്യപ്രകാരം പറയുന്നുണ്ട്, അവനെ കണ്ടാർ അമ്പരന്ന് പോയി. മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരുന്നു. അവന്റെ രൂപം മനുഷ്യൻ്റെതേ അല്ല. വസ്ത്രം സ്വന്തം തൊലിയോട് ഉരിഞ്ഞ് മാറ്റിക്കഴിഞ്ഞപ്പം അവനെ കണ്ടവർ പറഞ്ഞു, അവനെ കണ്ട മനുഷ്യരൂപമെന്ന് തോന്നിയാണ്. ഓർത്തു നോക്കിയ സഹോദരങ്ങളെ, ഈ വസ്ത്രം ഉരിഞ്ഞെടുത്തപ്പം തൊലി ഉരിഞ്ഞു പോലും നമ്മുടെ പാങ്ങൾക്ക് വേണ്ടി. ഈശോയെ കുരിശിൽ തറയ്ക്കുന്നു. നമ്മള് പാഷൻ ക്രൈസ്റ്റിനകത്തൊക്കെ കാണാറുണ്ട്, കൈ കാലുകൾ വലിച്ച് അടുപ്പിക്കുന്നത്. ആ കൈകാലുകൾ വലിച്ചടിപ്പിച്ച് അസഹ്യമായ രീതിയിൽ വേദന അനുഭവിക്കുകയാണ്. ആ വേദന അനുഭവിച്ചപ്പം ഈശോ അനുഭവിച്ച വേദന ഒന്ന് സങ്കല്പിച്ച സഹോദരങ്ങളെ. ചുടുചോരത്തുള്ളിയായി വീഴുന്നു നിൻ പാപം പോക്കുവാനല്ലയോ, മുള്ളുകൾ ശിരസിൽ ആഴ്ന്നതും നിൻ ശിരസുയരുവാനല്ലയോ. ചുടുചോരത്തുള്ളിയായി വീഴുന്നു നിൻ പാപം പോക്കുവാനല്ലയോ, മുള്ളുകൾ ശിരസിൽ ആഴ്ന്നതും നിൻ ശിരസുയരുവാനല്ലയോ. മകനേ മകനേ
കാൽക്കരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു മകനെ. നീ നോക്കുക, നിനക്കായി തകർന്നിടും മകളെ. നീ നോക്കുക, നിനക്കായി തകർന്നിടും. സഹോദരങ്ങളെ, നമുക്ക് വേണ്ടിയാണ് ഈശോ തകർന്നത്, ഈശോ കുരിശിൽ മരിച്ചത്, വേദന സഹിച്ചത്. യെശയ്യാ പുസ്തകം 53:12 വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ തന്റെ ജീവനെ മരണത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും പാപികളുടെ കൂടെ എണ്ണപ്പെടുകയും ചെയ്തു. എന്നിട്ടും അനേകരെ പാപഭാരം അവൻ ഏറി അതിക്രമത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിച്ചിട്ടുണ്ട്. അനേകരെ പാപഭാരം അവൻ പേറി നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതാണ് യെശയ്യാ പുസ്തകത്തിൽ പറയുന്നത്. 53:10 വാക്യത്തിൽ പറയുന്നുണ്ട്, പാപപരിഹാര ബലിയെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിന്റെ ഹിതം അവനുകളെ നിറവേറ്റുകയും ചെയ്യും. നമ്മുടെ സന്തതി പരമ്പരകളെ കാണുകയും ദീർഘായുസ് പ്രാപിക്കാനും വേണ്ടിയാണ് ഈശോ കുരിശിൽ സഹിച്ചത്. ഈ ലോകത്ത് ആരും മരിച്ചപ്പം ദേവാലയത്തിന് തിരിച്ചില്ലെന്ന് നടുവ് കയറി പോവുകയോ പാതാളം പുറപ്പെടുകയായിട്ട് നമ്മൾ ഒരിടത്തും വായിച്ചു കേട്ടിട്ടില്ല. അന്നേരം ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനായിരുന്നു സദാദൈവം അത് അവിടെ നിന്ന് സദായം കണ്ടു പറഞ്ഞില്ല. അത് ബൈബിളിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മൾ പറയും യേശു ഇതൊക്കെ അനുഭവിച്ച ദൈവമായിട്ടായിരുന്നു, ദൈവമാണെന്ന് സങ്കല്പിക്കേണ്ട സാധനം ഒരു മനുഷ്യനായിട്ട് മാത്രം ചിന്തിക്കും. നമ്മളായിരുന്നെങ്കിൽ യേശുവിന്റെ സ്ഥാനത്തെങ്കിൽ നമ്മൾ ഇത് സഹിക്കുമായിരുന്നു മാത്രം ചിന്തിച്ചു മാത്രം. അതിനുശേഷം ഈശോയെ മാതാവിന്റെ മടിക്കടക്കുന്നു. അത് കഴിഞ്ഞ് 100 രാത്രിയോളം സ്വന്തം കുട്ടികളുമായി ഈശോയെ കല്ലറ സംസ്കരിക്കുന്നത് നമ്മൾ കാണണം. തന്നെ വളർത്തിയ പിതാവായ യേശുപിതാവിന്റെ പേരും അത് എഴുതിയിട്ടുണ്ട്. 23 ദിവസം റംസാക്കാരനായ യേശുപ്പും തന്റെ വളർത്തിയ പിതാവിന്റെ പേര് അവസാന നിമിഷവും ആ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഈശോയുടെ മരണത്തിന് വേണ്ടി ജനനത്തിലുണ്ടായിരുന്ന യേശുപിതാവിനെ, അമ്മയുടെ ഒപ്പം ഉണ്ടായിരുന്ന യേശുപിതാവിനെ മരണത്തിന് പേരിലൂടെ പോലും അവിടെ ഓർമ്മിപ്പിക്കുന്നു. സഹോദരൻ, ഒരുപക്ഷെ യേശുപിതാവ് അന്നേരം ഉണ്ടായിരുന്നില്ല, സ്വന്തം മകൻ എങ്ങനെ വേദനിപ്പിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ സഹിക്കുകയില്ലായി. അതുകൊണ്ടായിരിക്കും യേശുവിനെ പരിശുദ്ധ ജീവിതത്തിന് മുമ്പ് തന്നെ യേശുപിതാവിനെ സ്വർഗത്തിലേക്ക് പിതാവിനെയും കൊടുക്കുന്നത്. ഇത്രയും വേദന അനുഭവിച്ച യേശു നമുക്ക് വേണ്ടി, നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി. യെശയ്യായുടെ പുസ്തകം 55 10 വാക്യത്തിൽ പറയുന്നുണ്ട്, മഴയും മഞ്ഞും ആകാശത്തിന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമി നനയ്ക്കുന്നു. ആ സസ്യങ്ങളെ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരം ലഭ്യമാകുന്നു. മഴയും മഞ്ഞും ആകാശത്തിന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്ക് അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരം. വിശുദ്ധ കുർബാനയെ പറ്റിയാണ്. അത്താരയിൽ ഓരോ ദിവസവും നമ്മുടെ അടുത്തുള്ള ദേവാലയത്തിൽ ഓരോ ദിവസം അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ കടന്നു. ഒരു വിശുദ്ധ കുർബാന അനുഭവമാകാത്തതിന് കാരണം ഗലാത്യയുടെ പുസ്തകം 5 16-17 വാക്യങ്ങൾ പ്രകാരം പറയുന്നുണ്ട്, ജഡമോഹങ്ങൾ ഒരിക്കലും തൃപ്തിപ്പെടുത്തല്ലേ. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനുമെതിരാണ്. അവർ പരസ്പരം എതിർക്കുന്ന നിമിത്തം ആഗ്രഹിക്കുന്ന പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരും. നമ്മൾ ഒരുപക്ഷെ നമുക്ക് വിശുദ്ധ കുർബാന ഒരു അനുഭവം ആകാത്തതിന് കാരണം നമ്മളെയുള്ള ജഡമോഹങ്ങളാണെന്നാണ് ബൈബിൾ പറയുന്നത്. റോമാക്കെതിരെ ലേഖനം 8-4 വാക്യത്തിൽ പറയുന്നുണ്ട്, ഇത് ശരീരത്തിന് പ്രവണതകൾ അനുസരിച്ച് ജീവിക്കാതെ ആത്മാവിന്റെ പ്രചോദനം അനുസരിച്ച് ജീവിക്കുന്ന നമ്മൾ നിയമത്തിന് അനുശാസനം സഫലമാകുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ജഡികരായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ജഡികാഭിലാഷങ്ങൾക്ക്
ജഡിക അഭിലാഷം മരണത്തിലേക്ക് നയിക്കുന്നു. ജഡിക താല്പര്യം ഒഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന് ശത്രുവാണ്. ജഡിക പ്രവണത അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തിന് പ്രസാദിക്കാൻ സാധ്യമല്ല. ജഡിക മേഖലയിൽ ജഡിക അഭിലാഷങ്ങൾ മരണത്തിലെ നയിക്കുന്നു. ജഡിക താല്പര്യം ഒഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന് ശത്രുവാണ്. ജഡിക പ്രവണത അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിക്കാൻ സാധ്യമല്ലെന്നാണ് റോമാക്കാർക്ക് ലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നത്. ഏതെല്ലാം ജഡിക ഭാവങ്ങളാണ് വിശുദ്ധ കുർബാന നമുക്ക് അനുഭവമാകാത്തതിന് കാരണമെന്ന് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 18, 19, 20 വാക്യങ്ങൾ പറയുന്നുണ്ട്. ജഡത്തിന് വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. ഈ വിചാരം, അശുദ്ധി, ദുർവിധി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മത്സരം, ഭിന്നത, വിഭാഗചിന്ത, വിദ്വേഷം, മദ്യപാനം, മദ്യോത്സവം ഇവയും ഇതിന് സാധിച്ച മറ്റു പ്രവൃത്തികളും ഇത്തരം പ്രവൃത്തിയെ ഏർപ്പെട്ടും ദൈവരാജ്യം അവകാശപ്പെടുകയും ഞാൻ നിങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കി ഇപ്പോഴും ആവർത്തിക്കണ്ടോ. ഈ ജഡിക മേഖലയുള്ള വ്യാപാരങ്ങളായ വ്യഭിചാരം, അശുദ്ധി, ദുർവിധി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മത്സരം, ഭിന്നത, വിഭാഗചിന്ത, വിദ്വേഷം, മദ്യപാനം, മകരോത്സവം ഇങ്ങനെയുള്ള ജഡിക മേഖലയുള്ള നമ്മുടെ കുറവുകൾ നമ്മുടെ വിശുദ്ധ കുർബാന നമുക്കൊരു അനുഭവമാകാൻ തടസ്സമായിട്ടുണ്ട്. സഭനെ ചിന്തിച്ചു നോക്കണം. 1 കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 11 വാക്യങ്ങൾ 27-30 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്ത അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റിയെന്നു. 30-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. നിങ്ങളിൽ പലരും രോഗികളായവരും ദുർബലമായിരിക്കുന്നു, ചിലർ മരിച്ചു പോയതിനും കാരണം ചിലർ. എല്ലാവരും ഇതിന് രോഗികളായതിനും മരിച്ചതിനും കാരണം അശുദ്ധിയോടെ വിശുദ്ധ കുർബാന സ്വീകരിച്ചെന്നല്ല ഞാൻ പറഞ്ഞത്. ചിലർ 30-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞു ചിലർ രോഗികളായതിനും മരിച്ചതിനും കാരണം അശുദ്ധിയോടെ വിശുദ്ധ കുർബാന സ്വീകരിച്ചതാണെന്ന് കാരണം എന്ന് പറയുന്നു. സങ്കീർത്തനം 107:11 പ്രകാരം തന്നെ പറയുന്നുണ്ട്. പ്രകാരം പറയുന്നുണ്ട്. പാപകരമായ മാർഗം പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു, തങ്ങളുടെ അകൃത്യങ്ങളും ചിലർ. എല്ലാവരും രോഗികളായി തീർന്നത് പാപകരമായ മാർഗം തുടർന്നല്ല ഞാൻ പറഞ്ഞത്. ചിലർ രോഗികളായി തീർന്നത് പാപകരമായ അശുദ്ധിയോടെ വിശുദ്ധ കുർബാന സ്വീകരിച്ചാണ് സഹോദരങ്ങളെ. ഞാൻ ഫോണിൽ കൂടി സഹോദരിയെ ഒരമ്മയെ കൗൺസിൽ ചെയ്തപ്പോൾ ആ അമ്മയും മകനും തമ്മിൽ ശത്രുതയിലാണ്. അമ്മ മകന്റെ കൂടെ അല്ല, വേറെ മകളെ കൂടെ താമസിക്കുന്നു. ഞാൻ അമ്മയോട് സംസാരിച്ചു, അമ്മയെ ആ മകനോട് ക്ഷമിക്കണം, ഈശോ നമ്മളെ പഠിപ്പിച്ചേക്കുന്ന ക്ഷമിക്കാനാന്ന് പറഞ്ഞപ്പം അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ നരകത്തിൽ പോയാലും എൻ്റെ മകനോട് ക്ഷമിക്കുകയാണ്. ചിന്തിക്കണം സഹോദരങ്ങളെ, നമ്മൾ അറിയാതെ പോലും തമാശയ്ക്ക് പോലും നരകത്തിൽ പോകുമെന്ന് പറയില്ല സഹോദരങ്ങൾ. ഈശോ വന്നതുപോലും ഈ ചെറുതിന് ഒരുവൻ പോലും നശിച്ചു പോകാൻ എന്റെ സ്വർഗസ്ഥാനത്ത് ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഈശോ ഈ ഭൂമിയിലേക്ക് പിതാവായ ദൈവം ഇട്ടത് നമ്മളെല്ലാം സ്വർഗത്തിൽ കൊണ്ടുപോകാനും. അവൻ ഞാൻ നരകത്തിൽ പോയാലും എൻ്റെ മകനോട് ഞാൻ ക്ഷമിക്കുക എന്ന് പറയുമ്പം ആ മനസ്സിന് എന്തുമാത്രം വിദ്വേഷമുണ്ടെന്ന് ചിന്തിക്കുന്നു. എന്തുമാത്രം മനസ്സിന്റെ നമ്മള് സഹോദരന്മാരോട് വെറുപ്പുള്ള സഹോദരങ്ങളാണ്, ജീവിത പങ്കാളിയോട് വെറുപ്പുള്ളത്, മക്കളോട് വെറുപ്പുള്ളത്, മാതാപിതാക്കന്മാരോട്, നാട്ടുകാരോട് വെറുപ്പും വിദ്വേഷവും വൈരാഗ്യം വെച്ചിട്ട് വിശുദ്ധ കുർബാന പോയി ശീലിക്കുന്ന മക്കളുണ്ട്. ചിന്തിക്കണം. ഈശോ സ്വർഗസ്ഥാന പിതാവ് നമ്മൾ പറയും, നിനക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ നീ ക്ഷമിച്ചിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന്. മത്തായി സുവിശേഷം 6-ാം അധ്യായം 23-24 വാക്യത്തിൽ പ്രായം പറയുന്നുണ്ട്. നിന്നോട് ആർക്കും വിരോധമുണ്ട്, നീ അവനോട് ക്ഷമിച്ചിട്ട് വന്ന് ബലി അർപ്പിക്കാനാണ്. ബലി വസ്തു അവിടെ വെച്ചിട്ട് പോയിട്ട്. സഹോദരങ്ങളെ, ഈശോ പറഞ്ഞത് നിനക്കാരോടും വിരോധമാണ്, നിനക്കാരോടും വിരോധമുണ്ടെങ്കിൽ, നിന്നോട് ആർക്കും വിരോധമുണ്ടെങ്കിൽ നീ അവനോട് ക്ഷമിച്ചിട്ട് വന്നു.
നമുക്ക് വിരോധം ഉണ്ടായിട്ട് നമ്മൾ ബലി അർപ്പിക്കുമ്പോൾ അതിന്റെ ഫലം ആർക്ക് കിട്ടുമെന്ന് ചിന്തിക്കണം. ആദ്യമായിട്ട് വിശ്വകുർബാന സ്ഥാപിച്ചിട്ട് ആദ്യമായിട്ട് കൊടുത്തത് യൂദാസിനാണ്. യൂദാസിന് തിന്മ പ്രവേശിച്ചെന്നാണ് യോഹന്നാൻ സുവിശേഷം 13-27 വാക്യത്തിൽ പറയുന്നത്. ചിന്തിച്ചു നോക്കണം. നമ്മളും സ്വീകരിക്കുമ്പോൾ നമ്മൾ തിന്മയാണ്, പരിശുദ്ധാത്മാവാണ് വരുന്നത്. വിദ്വേഷം, വെറുപ്പും വൈരാഗ്യവും ആരും ക്ഷമിക്കാൻ പറ്റാത്ത ഇതെല്ലാം വെച്ചിട്ട് പോയി ഈശോ സ്വീകരിക്കുന്നു. അറിയണം, നിങ്ങളെ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഈശോയുടെ പരിപൂർണമായി ആ വ്യക്തിയെ പരിപൂർണമായി ക്ഷമിച്ചിട്ട് വിശ്വസിക്കണം. അത്ര കുമ്പസാരിച്ച് അനുതാപത്തോടെ പ്രസാവരത്തോടെ വേണം. ഏതെങ്കിലും മേഖല തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ആ മേഖല പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് പാപപരിഹാരത്തിന് അനുതാപത്തോടെ പാപപരിഹാരത്തോടെ വേണം കുർബാന സ്വീകരിക്കാൻ. മനസ്സിൽ വൈരാഗ്യവും വെറുപ്പും വിദ്വേഷം വെച്ചിട്ട് നിങ്ങൾ വിശുദ്ധ കുർബാന പങ്കുകൊള്ളൽ സഹോദരൻ. വിശുദ്ധ കുർബാന പങ്കുകൊണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല. അശുദ്ധിയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുക. എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? സ്വന്തം സഹോദരനെ വെറുപ്പും വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കും. നാത്തുമാരോട് വെറുപ്പും വിദ്വേഷം വെച്ചിട്ട്, അമ്മായിപ്പനും അമ്മായിമ്മയോടും മാതാപിതാക്കളും വെറുപ്പും വിദ്വേഷം വെച്ചിട്ട് കുർബാന സ്വീകരിക്കുന്ന എത്രയോ മക്കളുണ്ട് സഹോദരങ്ങളെ. ചിന്തിക്കണം. ഞാൻ പലരും സംസാരിക്കാൻ പറയും, എനിക്ക് അവരോട് വെറുപ്പും വിദ്വേഷം ഒന്നുമില്ല, അവരോട് എനിക്ക് സ്നേഹമാണ്, പക്ഷെ അവരെ ഞാൻ വിളിക്കുകയല്ല. എന്തുകൊണ്ട് വിളിക്കുകയല്ല? അവരോട് വെറുപ്പല്ലേ, വിദ്വേഷമല്ലേ? വെറുപ്പും വിദ്വേഷമല്ലേ അവരെ വിളിക്കുകയല്ലേ? ഞാൻ വിളിക്കുകയല്ല, അവരെ സംസാരിക്കലും. നമ്മുടെ മനസ്സിൽ എന്തുമാത്രമാണ്. യോഹന്നാൻ ശ്രീ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, തന്റെ സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിലാണ്, അവൻ ഇരുട്ടിലേക്ക് നടക്കുന്നു, ഇരുട്ട് അവന്റെ കണ്ണുകളെ അന്ധമാക്കിയതിനാൽ എവിടേക്ക് പോകുന്നതെന്ന് അവനെ കണ്ടോ. തന്റെ സഹോദരനെ വെറുക്കുന്ന ഇരുട്ടിലാണെന്നാണ് യോഹന്നാൻ ശ്രീ പറഞ്ഞിരുന്നത്. നിങ്ങൾ ഓർത്തു നോക്കണം, നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ വെറുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരുട്ടിലാണ് സഞ്ചരിക്കുന്നത്. ചിന്തിക്കണം സഹോദരങ്ങളെ. നിയമാവർത്തനം പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തിലും പൂർണ്ണ ആത്മാവും പൂർണ്ണ ശക്തിയും കൂടി സ്നേഹിക്കണം. ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും. ഈശോ പറഞ്ഞേക്കുന്ന ഏറ്റവും വലിയ കൽപ്പന ഒന്നാണ്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കും. അയൽക്കാരനെ സ്വന്തം സഹോദരനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റിയ സഹോദരൻ, സ്വന്തം മക്കളോട് വെറുപ്പ് വെക്കാൻ പറ്റിയ സഹോദരങ്ങൾ, സ്വന്തം മാതാപിതാക്കന്മാരെ വെറുപ്പ് വെക്കാൻ പറ്റിയ സഹോദരൻ. ചിന്തിക്കണം. യോഹന്നാൻ ശ്രീ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്നതാണ്. ഒരാഴ്ച മുമ്പ് ഞാൻ ഒരു സഹോദരിയെ വിളിച്ചപ്പോൾ ആ സഹോദരി 12-ാം വയസ്സിൽ ഉണ്ടായ ഒരു അനുഭവമാണ്. ഒരു കള്ളുകൂടെ ആ സഹോദരിയെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചു. പക്ഷെ ആ സഹോദരനോട് വിദ്വേഷമായിരുന്നു. ഒരു 40-47 വയസ്സിൽ കൂടെ ഉള്ള സഹോദരിയാണ്. ഞാൻ വിളിച്ചിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഈ വയസ്സാൻ വെളിപ്പെടുത്തി, സംസാരിക്കുക, വിദ്വേഷമുണ്ട്, വെറുപ്പുണ്ടെന്ന് പറയാൻ പറ്റും. ഈ സഹോദരിക്ക് ഒരാഴ്ചയായിട്ട് ബൈബിൾ വായിക്കുമ്പോൾ എല്ലാം വിദ്വേഷത്തിനും വെറുപ്പിനെ പറ്റിയാണ് ബൈബിളിലെ ഭാഗങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്. 36 വർഷമായിട്ട് ആ സഹോദരൻ ക്ഷമിക്കാതെ ആ സഹോദരി വിശുദ്ധ ബലി സ്വീകരിക്കും. ജപമാലകൾ ചെല്ലുന്ന സഹോദരിയാണ്, പുരുഷന്റെ വഴി ചെല്ലുന്ന സഹോദരിയാണ്. സാധിക്കുമ്പോഴെല്ലാം പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കും, കുമ്പസാരിക്കും. 32 വർഷമായിട്ട് ഒരു സഹോദരനെ ക്ഷമിക്കാതെ വിദ്വേഷത്തെ ഞാൻ ചോദിച്ചു, വെറുപ്പാണ്. ഇപ്പോഴും ഞാൻ പറയുമ്പോഴും വെറുപ്പാണ്, വിദ്വേഷമാണ്. ആ മനുഷ്യനെ കാണുന്ന പോലെ, പേര് കേൾക്കുന്ന പോലെ ഇഷ്ടമില്ല. ചിന്തിച്ചു നോക്കുന്ന സഹോദരങ്ങളെ. ആ സഹോദരി ഞാൻ പറഞ്ഞപ്പോൾ ആ സഹോദരിയുടെ ജീവിതത്തിൽ ഒത്തിരി തടസ്സങ്ങളുണ്ടെന്ന് പറഞ്ഞു. എന്ത് സമ്പാദിച്ചാലും ഒന്നും ഇല്ല, വീട്ടിൽ പ്രശ്നങ്ങൾ, ജോലി കിട്ടുന്നില്ല, ജോലി മേലെ തടസ്സം പല. പക്ഷെ അന്ന് ആ സഹോദരി പോയി കണ്ണീരോടെ വൈദ്യന്റെ അടുത്ത് കുമ്പസാരി. പിറ്റേ ദിവസം ആ സഹോദരിക്കുള്ള ജോലിക്കുള്ള ഓഫർ വന്നതാണ്. ഓർത്ത് നോക്കണം, നമ്മുടെ പല തടസ്സങ്ങളും കാരണം നമ്മൾ എന്താണ്, നമ്മളെ ഉള്ളിലുള്ള വിദ്വേഷം, വെറുപ്പ്, ഇങ്ങനെ പല കാരണം ചിന്തിക്കണം സഹോദരൻ. ഇങ്ങനെ വേണ്ടി കർത്താവിനെ ഓർത്ത്
ഈശോയിൽ പങ്കുകൊള്ളുന്നു. എന്തിനു വേണ്ടി? സ്വന്തം സഹോദരനോട് ക്ഷമിക്കാതെ ബലിവസ്തു അവിടെ വെച്ചിട്ട് നീ പോയി നിന്നോട് ശത്രുവാണ്, അവനോട് ക്ഷമിച്ചിട്ട് വന്ന് ബലിയർപ്പിക്കാൻ പറഞ്ഞ ഈശോ മാപ്പിള്ളേരെ കാണിക്കാൻ വേണ്ടി നാവ് നീട്ടി ഈശോ സ്വീകരിക്കില്ല സഹോദരൻ. സാത്താന് ശക്തി കൂട്ടാൻ പാപം വർദ്ധിക്കും. ഹെബ്രായക്കാർക്ക് ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇപ്പം പറയുന്നുണ്ട്, വിശുദ്ധി കൂടെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കും. വിശുദ്ധി വേണം. വിശുദ്ധി ഇല്ലാതെ ആർക്കും കർത്താവിനെ സ്നേഹിക്കാൻ സാധിക്കും സഹോദരങ്ങൾ. നമ്മൾ വിശുദ്ധിയോടാണ് ഈശോ സ്വീകരിക്കുന്നത് നമ്മൾ ചിന്തിക്കണം. അല്ലെങ്കിൽ വിശുദ്ധിയോടെ സ്വീകരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാതെ സ്വീകരിക്കുക സാധനം വെറുപ്പും വിദ്വേഷവും വാശിയും വൈരാഗ്യമൊക്കെ വെച്ച് ഈശോ സ്വീകരിക്കരുത്. പൂർവപാപത്തിൻ ശാപം പേറിടുന്നു ഞാൻ, രോഗവും ദുരിതവും നാൾക്കുനാൾ വളരുന്നു. പൂർവപാപത്തിൻ ശാപം പേറിടുന്നു ഞാൻ, രോഗവും ദുരിതവും നാൾക്കുനാൾ വളരുന്നു. ദൈവത്തിൻ ആത്മാവ് എന്നിൽ നിർവീര്യമായി പാപമെന്നെ പാതാള വഴിയിലെത്തിച്ചു. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. സഹോദരങ്ങളെ, ഈശോയുടെ കരുണ തോന്നാൻ വേണ്ടി പ്രാർത്ഥിച്ച സഹോദരങ്ങളെ, ഞാൻ ചെയ്ത പാവം അശുദ്ധിയോടെ എപ്പോഴെങ്കിലും ഈശോ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ക്ഷമിച്ച് എന്നോട് കരുണ തോന്നാൻ പ്രാർത്ഥിക്കും. 2 ദിനമൊത്തം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇപ്പം പറയുന്നു, എന്റെ നാമം പേർന്ന് എന്റെ ജനം എന്നെ അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങൾ പിന്തിരിഞ്ഞ് ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാവങ്ങൾ ക്ഷമിക്കുകയും അവരെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യുന്നു. കണ്ടോ? ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരെ പ്രാർത്ഥന കേട്ട് അവരെ പാവങ്ങൾ ക്ഷമിക്കുന്നു. നമ്മൾ ദുർഗമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ സഹോദരങ്ങൾ. എസെക്കിയേലിന് എഴുതിയ പുസ്തകം 18-ാം അധ്യായം 27-28 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ദുഷ്ടൻ താൻ അനുസരിച്ച് തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ് നീതിയും ന്യായം പാലിച്ചാൽ അവൻ തന്റെ ജീവൻ രക്ഷിക്കും. താൻ പ്രവർത്തിച്ച തിന്മകൾ മനസ്സിലാക്കി അവരിൽ നിന്ന് പിന്മാറിയതിനാൽ അവൻ തീർച്ചയായും ജീവിക്കും, അവൻ മരിക്കില്ല. കണ്ടോ? അവൻ പ്രവർത്തിച്ച തിന്മകൾ മനസ്സിലാക്കി അവരിൽ നിന്ന് പിന്മാറിയതിനാൽ അവൻ തീർച്ചയായും ജീവിക്കും, അവൻ മരിക്കില്ലെന്ന്. സഹോദരങ്ങളെ, നമ്മൾ തിന്മയെ പെട്ടിട്ടുണ്ടെങ്കിൽ ആ തിന്മ ഏതൊക്കെയാണ് കണ്ടുപിടിച്ച് കുമ്പസാരത്തെ ഏറ്റുവന്ന് പാപമോചനം മേടിച്ചിട്ട് വേണം സഹോദരൻ ബലി പങ്കുകൊള്ളാൻ, ഈശോ സ്വീകരിക്കാം. അല്ലെങ്കിൽ ആ ബലി നമ്മൾ സ്വീകരിക്കുമ്പം നമ്മൾ ചിലപ്പം പരിശുദ്ധം വന്നു വരികയില്ല. വിശുദ്ധിയോടെ ഈശോ സ്വീകരിക്കുമ്പം എന്ത് കിട്ടുമെന്നും ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസമീപനം, ഇവയ്ക്കെതിരായി ഒരു നിയമമുണ്ടോ? ഈശോയെ വിശുദ്ധിയോട് സ്വീകരിക്കുമ്പോൾ കിട്ടുന്ന ആത്മാവിന്റെ ഫലങ്ങൾ. നിങ്ങൾ ഈശോ സ്വീകരിച്ചിട്ട് വരുന്നവരെ നോക്കിയാൽ മതി, അവരെ അധികം പ്രവൃത്തികൾ നോക്കിയാൽ മതി. ആത്മാവിന്റെ ഫലങ്ങളാണോ തിന്മയുടെ ഫലങ്ങളാണോ? എന്നിട്ട് ചിന്തിക്കുക അവരെങ്ങനെ ഈശോ സ്വീകരിക്കും.
നമ്മൾ മാർക്ക് എഴുതണം, നമ്മൾ ആരെയും ഇരിക്കുകയും വേണം. നമ്മൾ നമ്മളെ തന്നെ ചിന്തിച്ചോ. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ 4-ാം അധ്യായം 7-ാം വാക്യത്തിലും അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഈശോ നമ്മളെ വിളിച്ചിരിക്കുന്നത് അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ്. ഈശോ ഇത്രയും വേദന സഹിച്ച മറ്റൊരു സമ്മാനം ലോകത്തിന് തന്നിട്ടില്ല സഹോദരങ്ങളെ. മറ്റൊന്നിനു വേണ്ടി ഇത്രമധികം വേദന സ്വന്തം ശരീരത്തിൽ സഹിക്കേണ്ടി വന്നിട്ടില്ല. പഴയ നിമിത്തം ഒരു അനുഗ്രഹം തരാൻ വേണ്ടി ദൈവം ഈശോ ഇത്രമാത്രം സഹിക്കേണ്ടി വന്നില്ല. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 47-ാം വാക്യത്തിൽ സത്യം സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട്, ഞാൻ ജീവന്റെ അപ്പമാണ്. 51-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പമാണ് ഞാൻ. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന് ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ്. 56-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്ന എന്നിലും ഞാൻ അവനും ജീവിക്കും. 58-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു എങ്കിലും മരിച്ചു, അതുപോലെയല്ല ഈ അപ്പം ഭക്ഷിക്കുന്നവർ എന്നേക്കും ജീവിക്കുന്നുണ്ട്. ജീവന്റെ അപ്പം, ഈ അപ്പം ഭക്ഷിക്കുന്നവർ എന്നേക്കും ജീവിക്കും. നമ്മൾ നാവ് നീട്ടി സ്വീകരിക്കുമ്പോൾ ഞാൻ സ്വീകരിക്കാൻ പോകുന്നത് ഒരു ഗോതമ്പപ്പം അല്ലെന്ന് ചിന്തിക്കുന്ന സഹോദരൻ, ജീവനുള്ള ഒരു വ്യക്തിയാണ്. ശരീരവും രക്തവും ആത്മാവും ദൈവത്വമുള്ള സമ്പൂർണ്ണ വ്യക്തി. ആ വ്യക്തിയെ ഈശോയാണ് നമ്മുടെ നാവിലൂടെ കടന്നു വരുന്നത് ചിന്തിക്കാം. അപ്പത്തിനും ശരീരത്തിനും മാറ്റം വരുത്താൻ കഴിയും സഹോദരൻ. മനസ്സിന് ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയും സഹോദരൻ. ബലിയർപ്പിക്കേണ്ടത് വിശ്വാസ സമൂഹത്തിന് അവകാശമാണ്. സാത്താന്റെ തലയറക്കാൻ ഈ ലോകത്തുള്ള ഏറ്റവും വലിയ മാർഗമാണ് ആരാധന. സാത്താന്റെ ശക്തി ക്ഷയിക്കാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിനെയും ആരാധിക്കുകയാണ് ഏറ്റവും നല്ല മാർഗം. സാത്താന്റെ ശക്തി കൂടുന്നിടത്ത് പാപം വർദ്ധിക്കുന്നു. ഓരോ ദിവസവും അൾത്താരയിൽ അർപ്പിക്കുന്ന ബലിപീഠത്തെ അഴിയാത്ത ഒരു കെട്ടും ഇന്ന് ഈ ലോകത്തിലെ സഹോദരൻ. നമുക്ക് കെട്ടുണ്ട്, ബന്ധനമുണ്ട് എന്ന് കൊണ്ട് പല മധ്യസ്ഥ പ്രാർത്ഥനക്കാരുടെയും പല കൗൺസിലർമാരുടെ അടുത്ത് നമ്മൾ പോകാറുണ്ട്, പല വൈദികരുടെ അടുത്തും. സഹോദരങ്ങളെ, ഈ ബലിപീഠത്തിന് അഴിയാത്ത ഒരു കെട്ടും ഇന്ന് ക്രൈസ്തവനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നതാണ് ഏറ്റവും മഹത്വ ആരാധന. ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വകുർബാന മറന്നിട്ട് നിങ്ങൾ എന്ത് പ്രാർത്ഥന ചെല്ലിയാലും, ഏത് വിശുദ്ധന്മാരും മധ്യസ്ഥ പ്രാർത്ഥന ചെല്ലിയാലും എന്ത് ഗുണം സഹോദരങ്ങൾ. നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്, വിശുദ്ധന്റെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അനേകായിരം മക്കൾ വരും. കുർബാനയ്ക്ക് ആരും കാണിയാൽ, ആരാധനയ്ക്ക് ആർക്കും കാണിയാൽ. ചിന്തിക്കണം, ഈ വിശുദ്ധനെ ഭൂമി സൃഷ്ടിച്ചത് ഈശോ ആണ്. ആ ഈശോയുടെ ആരാധന നടക്കാൻ ആരാധനയ്ക്ക് ആരുമില്ല. ഞാൻ വിശുദ്ധന്മാരെ തള്ളിപ്പറയല്ല. സെബസ്ത്യാനോസിന്റെയും അന്തോണീസിന്റെയും ഗീവേഴ്സിന്റെയും നൊവേനയ്ക്ക് ഇഷ്ടം പോലെ ആൾക്കാരാണ്. ചിന്തിച്ചു നോക്കണം, ആർക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്? വിശുദ്ധനാണോ ഈശോയ്ക്കാണോ? ഒരാൾ പറഞ്ഞു കേട്ടുണ്ട്, പാസ്റ്റർ ക്രൈസ്റ്റ് കണ്ടപ്പോൾ ഒരു അമ്മച്ചി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അന്തോണീസ് പുണ്യാളാ ഈശോയെ രക്ഷിക്കണമെന്ന്. ഈശോയെ അവർ കുരിശ് തറയ്ക്കുവാണ്, പീഡിപ്പിക്കുകയാണ്, അന്തോണീസ് പുണ്യാളെ രക്ഷിക്കണമെന്ന്. അമ്മച്ചി പോലും അറിയുന്നില്ല, ഈ അന്തോണീസ് പുണ്യാളെ ഭൂമിയിലേക്ക് അയച്ചത് ഈശോ ആണ്. ആ ഈശോയെ രക്ഷിക്കാൻ അന്തോണീസ് പുണ്യാളെ പ്രാർത്ഥിക്കുന്നതാണ് നമ്മൾ. ചിന്തിക്കണം സഹോദരങ്ങളെ. നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കണം. ഈ ബലി യഥാർത്ഥത്തിൽ ഈ ഭൂമിയിലല്ല നടക്കുന്നത്, സ്വർഗത്തിലാണ്. വിലാപങ്ങളെ പുസ്തകം അടുത്ത ഒരു 5 മിനിറ്റും കൂടെ ഉള്ളു കേട്ടോ, ഇപ്പം നിർത്താവേ. ഓക്കെ. വിലാപങ്ങളെ പുസ്തകം 3-ാം അധ്യായം 22-ാം വാക്യം. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാര്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത. കണ്ടോ, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത
ഉന്നതമാണ്. നമ്മൾ ഓരോ ദിവസവും സ്വീകരിക്കുന്ന വിശുദ്ധ ബലി പുതിയ പ്രയോഗങ്ങൾ. ഓരോ ദിവസവും നമ്മൾ സ്വീകരിക്കുന്ന വിശുദ്ധ ബലി പുതിയതാണ്, നമുക്കറിയില്ല. എസെക്കിയാന്റെ പുസ്തകം 47 അധ്യായം 1, 2, 3 വാക്യത്തിൽ പ്രായം പറയുന്നുണ്ട്. ഭജനം പുരോഹിതൻ കൂതാശം ചേരുന്ന സ്ഥലമാണ്, പരിശുദ്ധമായ ഇടമാണ് ദേവാലയം. ആ ദേവാലയത്തിലാണ് വിശുദ്ധ കുർബാന നടക്കുന്നത്. അവിടെ ചെല്ലുന്ന പാട്ടുകളോ പ്രാർത്ഥനകളോ അല്ല വിശുദ്ധ കുർബാന. നേരെ മറിച്ച് ഗോതമ്പപ്പവും മുന്തിരിച്ചാറും തിരിച്ചറിയ രക്തങ്ങളായി മാറുന്നു. എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുത്ത് നന്ദി പറയുന്നത്. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിങ്ങൾ പ്രതിഫലം തരുമെന്ന് ഈശോ പറയുന്നു. പിതാവിനെ രുചിച്ചറിയുന്നതാണ് വിശുദ്ധ കുർബാന. ആദ്യത്തെ കുർബാന സ്വീകരിച്ചത് പരിശുദ്ധ അമ്മയാണ്. ആദ്യത്തെ കുർബാന കൊടുത്തത് പരിശുദ്ധാത്മാവാണ്. നമ്മൾ നേർച്ച നേരുന്നതോ ഒന്നുമല്ല. ഞാൻ ഇന്നലെ പറഞ്ഞ വില കൊടുത്ത് വേണം വിശുദ്ധ കുർബാന പങ്കുകൊള്ളും. നമുക്ക് ജീവിക്കാൻ സാധിക്കാത്തത് ഈശോ ജീവിച്ച് കാണിച്ചാണ്. ഓരോ വിശുദ്ധ കുർബാനയിലും ഓരോ ശുദ്ധീകരണം നടക്കുന്ന പറയുന്നത്. വചനമാണ് ഓരോ വിശുദ്ധ കുർബാനയും മുറിയുന്നത്. ഒപ്പം മുറിയുമ്പോഴും വചനം മുറിയുമ്പോഴും വലിയ നടക്കും. അബ്രാഹത്തിന്റെ ദൈവം വീടിന് പുറത്തോട്ട് വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ ആകാശത്തിൽ നോക്കൂ, ആകാശ നക്ഷത്രങ്ങൾ നിനക്ക് എണ്ണാൻ കഴിയുമെങ്കിൽ നീ എണ്ണിക്കുക, അതിലും അധികമായിരിക്കും നിന്റെ സന്തതി പറയുന്നത്. പക്ഷേ അബ്രാഹത്തിനെ വിളിച്ചിറക്കിയത് ആ പകല. ഇപ്പത്തെ പുസ്തകം 15-ാം അധ്യായം 5 മുതൽ വായിച്ചു നോക്കി അറിയാം. അത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കഴിഞ്ഞാണ് സന്ധ്യ മയങ്ങുന്നത് ബൈബിൾ പറയുന്നുണ്ട്. അന്നേരം പട്ടാപ്പകൽ ആകാശത്തുള്ള നക്ഷത്രങ്ങൾ അബ്രാം കണ്ടിട്ടല്ല വിശ്വസിച്ചത്. കാണാതെ ആകാശത്ത് നക്ഷത്രമുണ്ടെന്ന് അബ്രാം വിശ്വസിച്ചു. സഹോദരങ്ങളെ, നിങ്ങൾ വിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ടെന്ന് കണ്ടിട്ടില്ലായിരിക്കും, പക്ഷേ ഈശോ ഉണ്ടെന്ന് കാണാതെ വിശ്വസിക്കുന്ന സഹോദരൻ. നമ്മളെല്ലാം ഈശോ സ്വീകരിക്കുമ്പോൾ വിശുദ്ധ കുർബാന ദീപകാരൻ അനുഭവം നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഈശോ തീരുമാനിക്കുക, നാളെ വിശുദ്ധ കുർബാനയിൽ എല്ലാ വിശുദ്ധ കുർബാനയും ഈശോയുടെ ഹൃദയത്തിന്റെ ഒരു ഭാഗം എല്ലാവർക്കും കൊടുക്കാമെന്ന്. കാസയിൽ കിടക്കുന്ന ഈശോ തിരി ഹൃദയത്തിന്റെ ഒരു ഭാഗം നിങ്ങളെ നാവിലോട്ട് നീട്ടി തരുമ്പോൾ എത്ര പേര് നാക്ക് നീട്ടിക്കൊടുക്കും? നാക്ക് വലിക്കുകയല്ലേ, ചുടിച്ചോരടമാണ് പഠിക്കുന്നത്. കിടക്കുന്ന ഹൃദയം കാണുന്നു. അന്നേരം ഗോതമ്പത്തോളം ചെറുതായി നമുക്ക് തരുമ്പോൾ അതിന് വിലയില്ലല്ലേ? വിശുദ്ധ കുർബാന നടക്കുമ്പോൾ ദേവാലയത്തിന് പുറത്തിരുന്ന് കല്ല് പെറുക്കി കളിക്കുകയും ഏശി കാറിയിരുന്ന് ഇരിക്കുന്നവരൊക്കെ ഉണ്ട്. 3 മണിക്കൂറോളം ഒരു വെയിലത്ത് 3 ആണിയിൽ തൂങ്ങിക്കിടന്ന ഈശോ അറിയത്തില്ല. വിശുദ്ധ കുർബാന ഇച്ചിരി നീണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുന്ന വൈദികനെ കുറ്റം പറയുന്നവരുണ്ട് അല്ലേ? നമുക്ക് വേണ്ടി ഇത്തരം പീഡകൾ സഹിച്ച് 3 മണിക്കൂറോളം കുരിശിൽ തൂങ്ങിക്കിടന്നപ്പം ആരും വെള്ളം കൊടുക്കാനില്ലായിരുന്നു. ഒരു വെയിലത്ത് ചിന്തിക്കുന്ന സഹോദരങ്ങളെ, നമ്മളെ അനുഗ്രഹിക്കാൻ ദൈവം കനിഞ്ഞ് തന്നിരിക്കുന്ന അനുഗ്രഹിച്ചേക്കുന്നതാണ് നമ്മുടെ ഇടവക പള്ളിയിലെ വികാരി അച്ഛൻ. ആ വികാരി അച്ഛനെ നമ്മൾ ബഹുമാനിക്കണം. ആ വികാരി അച്ഛനാണ് ഓരോ ഇടവകയിലും ഓരോ മക്കളെ അനുഗ്രഹിക്കാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഓരോ ഇടവകയിലെയും ക്രൈസ്തവ വിശ്വാസ അധികാരമുള്ളത് വികാരി അച്ഛനാണ്. നാളെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ പുതച്ചുകൊണ്ട് ചെന്ന് കഴിയുമ്പം നമ്മളെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ ആ വൈദികനെ കാണുന്ന സ്ഥലങ്ങൾ. നമുക്ക് വേണ്ടി കുർബാന ചൊല്ലി പ്രാർത്ഥിക്കാനും ആ വൈദികനെ കാണുള്ളൂ. ഒരു വൈദികനെ പോലും വേദനിപ്പിക്കരുത്, ഒരഭിഷത്തിനെ പോലും തൊട്ടുപോയിരുന്നാണ് സങ്കീർത്തനം പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ വൈദികനെ വേദനിപ്പിക്കരുത്. വൈദികര് പലതരം തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകും. ചെയ്തിരുന്നവരേക്കും അതൊന്നും നമ്മൾ വിധിക്കണം. കർത്താവ് കാണുന്നുണ്ട്, നമ്മൾ ആരെയും വിധിക്കരുത്. പക്ഷേ അവരെ ജനങ്ങളെ മുമ്പ് വെച്ച് മറ്റുള്ളവരെ മുമ്പ് വെച്ച് അപമാനിച്ചവനോടാണ് കർത്താവ് ചോദിക്കുന്നത്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് വൈദ്യർക്കും സന്യസ്തർക്കും വേണ്ടിയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. എന്റെ വിശ്വാസം അനുസരിച്ച് സാത്താൻ നിന്ന് നമ്മളെ പുറത്താക്കുകയല്ല ചെയ്യുന്നത്. ഈശോയ്ക്ക് ഇപ്പം വിഷമം. ക്രിസ്ത്യാനിയിൽ നിന്ന്
സാത്താനെ പുറത്താക്കാൻ ഈശോ വിഷമിക്കുന്നു. ചിന്തിക്കുന്ന സഹോദരൻ, ഇനിയും കുറച്ചും കൂടെ പറയാനുണ്ട്. സമയത്തിന്റെ കുറവുണ്ട്, ഞാൻ നിർത്തുകയാണ്. ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 15-ഉം 16-ഉം വാക്യം എല്ലാവരും ഒന്ന് എഴുതി എടുക്കാൻ വളരെ ഉപകാരമായിരുന്നു. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 15-ഉം 16-ഉം വാക്യം. ഇവിടെ നിന്ന് ഉണരുന്ന പ്രാർത്ഥനയ്ക്ക് നേരെ എന്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. എന്റെ നാമം ഇവിടെ എന്നേക്ക് നിലനിൽക്കേണ്ടതിന് ഞാൻ ഈ സ്ഥലവും തിരഞ്ഞെടുത്തിരിക്കുന്നു. വിശുദ്ധീകരിച്ചിരിക്കുന്ന എന്റെ ഹൃദയപൂർവമായ കടാക്ഷം സദാ ഇതിന്മേൽ ഉണ്ടായിരിക്കും. ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഒരു 1.5 മാസം മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുന്ന ഒരു മകൻ വിദേശത്തേക്ക് പോയി. അവൻ ഒരാഴ്ച മുമ്പ് എന്നെ വിളിച്ചും പറഞ്ഞു, അവന്റെ മാതാപിതാക്കന്മാരെയോ സഹോദരങ്ങളെയോ ജീവിതങ്ങളെയോ മക്കളെയോ കാണാത്തതല്ല വിഷമം. ഈശോയെ ഓരോ ദിവസം സ്വീകരിക്കാൻ പറ്റിയിട്ട് വിശുദ്ധ കുർബാന പങ്കുകൊള്ളാൻ സാധിക്കുന്നില്ല. അതാണ് അവന്റെ ഏറ്റവും കൂടുതൽ വിഷമം. അവൻ എന്നെ വിളിച്ചപ്പോൾ അവൻ കരയുക. നമ്മുടെ അടുത്തുള്ള ദേവാലയത്തിൽ എത്ര പേരുണ്ട് സഹോദരൻ വിശുദ്ധ ബലി പങ്കുകൊള്ളുന്നത്? ചില സമയത്ത് അച്ഛനും പ്രായമായ 7-8 പേരുമാണ്. വിദേശത്ത് പോയി കിടക്കുന്ന ആ മകന് വിശുദ്ധ ബലിയെ അത്രമാത്രം സ്നേഹിച്ചിട്ട് ഒരു വിശുദ്ധ ബലി പങ്കുകൊള്ളാൻ അധികം ആഗ്രഹിക്കുന്ന സഹോദരൻ. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോയ്ക്ക് വേണ്ടി വിശുദ്ധ കുർബാന പ്രാർത്ഥന